ഓം ഗുരുവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അപാരകരുണാസിന്ധും അവ്യാജപ്രേമരൂപം തം വന്ദേ വേദാന്തതത്വജ്ഞം ശ്രീരാമനാഥപദമാശ്രയേ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം ജയമുദീരയേ. ഓം ഹരിശ്രീ ഗണപതായേ നമഃ. അഞ്ചാലൊന്നിൻ്റെ മധ്യേ മരതകമണിപോൽ ഭോഗഭോഗീന്ദ്രതൽപേ ചാഞ്ചൽ ചാരുവിലാസേ ത്രിഭുവനമഖിലം കാത്തുരക്ഷിക്കമാദ്യൻ പഞ്ചാനാം പാണ്ഡവാനാം പ്രിയസഖി തിരുവാറം മുളത്തമ്പുരാനൻ നെഞ്ചിൽ കിഞ്ചിൽ പിരിഞ്ഞിടരുതനിശം കാലമേ കൈതൊഴുന്നേൻ. തിരുവാറന്മുളയപ്പാശരണം തിരുവാറന്മുളയപ്പാശരണം തിരുവാറന്മുളയപ്പാശരണം. ഗുരുവായൂരപ്പാശരണം ഗുരുവായൂരപ്പാശരണം ഗുരുവായൂരപ്പാശരണം. ആത്മസ്വരൂപികളും പ്രേമസ്വരൂപികളുമായ എല്ലാ സജ്ജനങ്ങൾക്കും ആത്മപ്രണാമം. വളരെ പുണ്യം നിറഞ്ഞിരിക്കുന്ന ഈ ഒരു മഹാക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുവാനും ഇവിടെയുള്ള സജ്ജനങ്ങളെ കാണുവാനും ഇവിടെ നടക്കുന്ന കലിയുഗ രാജസൂയമാകുന്ന ശ്രീമദ് ഭാഗവത മഹാസത്രവേദിയിൽ വരുവാനും സാധിച്ചതും സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം. അതിസുന്ദരമായി സാക്ഷാൽ ഭഗവാന്റെ തിരുനാമം മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന അനുസ്യൂതം അനവരതം അനർഗളം നിർഗളം ഗംഗാപ്രവാഹം പോലെ വിശേഷമായിരിക്കുന്ന ഭാഗവതം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു ഭക്തസമൂഹത്തിനെ അല്ലെങ്കിൽ ഈ ഒരു മഹാക്ഷേത്ര സങ്കേതത്തെ ഗംഗാസരസോളം പുണ്യമാക്കി, അഥവാ ത്രിവേണി സംഗമത്തോളം പുണ്യമാക്കി. നമ്മുടെ ഈ തലമുറ എന്ന് പറയുന്നത് വളരെ സുഹൃതം ചെയ്ത ഒരു തലമുറയാണ്. വളരെ സുഹൃതം ചെയ്ത ഒരു തലമുറ. ആ സുഹൃതം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രധാനമായിരിക്കുന്ന കാരണം രണ്ടെണ്ണമാണ്. അതിലൊന്ന്, സാക്ഷാൽ അയോധ്യാപുരിവാസനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ വീണ്ടും തൻ്റെ സിംഹാസനത്തിൽ അമരുന്നത് കാണുവാൻ പുണ്യം കിട്ടിയ ഒരു മുഹൂർത്തമുണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ. അതേപോലെ തന്നെ വിശേഷമായ രീതിയിൽ 144 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയും കാണുവാൻ, പങ്കെടുത്തില്ലെങ്കിൽ പോലും അത് കാണുവാൻ വലിയൊരു ഭാഗ്യം സിദ്ധിച്ച ഒരു തലമുറ കൂടെയാണ് നമ്മൾ. ഈ രണ്ട് കാര്യങ്ങളും ഇനി മനുഷ്യ ആയുസ്സിൽ, അതായത് ഏകദേശം ഒരു 3-4 തലമുറയ്ക്ക് ഇനി അതിൻ്റെ ഭാഗ്യമുണ്ടാവില്ല എന്നുള്ളതാണ് മറ്റൊരു അതിലെ രഹസ്യം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അനവധി പുണ്യങ്ങൾ നുകർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പുണ്യ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇവിടെ ശ്രീമദ് ഭാഗവതത്തിൽ 11-ാമത്തെ സ്കന്ധത്തിലെ 24, 25 തുടങ്ങിയതായിരിക്കുന്ന അധ്യായങ്ങളിലൂടെ സാഖ്യയോഗത്തെ അതിസുന്ദരമായി ഇവിടെ വ്യാസമഹർഷി എഴുതിയത്. സാഖ്യതത്വത്തിനെ ചെറുതായി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സാഖ്യം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നമ്മൾ എടുത്തു കഴിയുമ്പോൾ സംഖ്യ എന്നതിൻ്റെ തന്നെ ഒരു പരിണിതമായിരിക്കുന്ന, അല്ലെങ്കിൽ അതൊന്ന് വളരെ വിസ്തരിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു സങ്കല്പത്തിൽ തന്നെയാണ് സാഖ്യം എന്നതിനിവിടെ കൊടുത്തിരിക്കുന്നത്. എണ്ണത്തിൽ പെടുക, എണ്ണത്തിൽ ത്വരിതപ്പെടുത്തിയെടുക്കുക എന്നുള്ളതായിരിക്കുന്ന പല വിധത്തിലുള്ള അർത്ഥങ്ങൾ അതിന് കൊടുക്കാം. ഉപനിഷത്തും അതേപോലെ തന്നെ വേദാന്ത ദർശനങ്ങളും ഒക്കെ തന്നെയും സാധാരണക്കാരിലേക്ക് ഗ്രഹിക്കുന്നതിന് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഭാരതത്തിലെ ഋഷീശ്വരന്മാർ അതിസുന്ദരമായി അതിനെ ഷഡ്ദർശനങ്ങൾ എന്ന രീതിയിൽ 6ആയി അതിനെ പകുത്തു കൊടുത്തു. 6ൽ ഏറ്റവും വിശേഷമാണ് സാഖ്യം എന്ന് പറയുക. ഈ 6 ദർശനശാസ്ത്രങ്ങളും പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രതിപാദിക്കുന്നത് സത്യമായിരിക്കുന്ന ഒരു വസ്തുവിനെ പല വിധത്തിലായി ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട വിഷയം, ഒന്നിനെ അവനവൻ്റെ യുക്തി അനുസരിച്ച്, അവനവൻ്റെ ശ്രദ്ധയനുസരിച്ച് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും ഒക്കെ തന്നെയും
വളരെ സുന്ദരമായി വികസിക്കുന്ന ഒരു കാലമാണ്, ഇല്ലേ? നമ്മൾ കണ്ടു, സുനിത വില്യംസ് എന്ന് പറയുന്നതായിരിക്കുന്ന മഹതി 9 ദിവസത്തേക്ക് ബഹിരാകാശത്ത് താമസിക്കാൻ പോയതാ. അവർ തിരിച്ച് ഭൂമിയിൽ കാലുകുത്തിയപ്പോൾ 9 മാസം കഴിഞ്ഞു. ശാസ്ത്രത്തിലായാലും സാങ്കേതിക വിദ്യകളിലായാലും ഒക്കെ തന്നെയും നമ്മുടെ മനുഷ്യ സമൂഹം എന്തോരം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ഒരു 20 കൊല്ലങ്ങൾക്ക് മുമ്പ് നമുക്കാർക്കും മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു സംഭവം എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു. ശാസ്ത്രം വളർന്നു. ഇന്നിപ്പോൾ നമുക്ക് ഒരു നോട്ട് പോലും കൈകൊണ്ടെടുക്കണ്ട, ഒരു QR കോഡും മതി, നമ്മുടെ മൊബൈലിൽ സ്കാനറും മതി. ശാസ്ത്രം വളർന്നു, ഇല്ലേ? ശാസ്ത്രം ഗംഭീരമായി വളർന്നു. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ വളർന്നു, നമ്മുടെ ഭൗതികമായ വളർച്ചകളുണ്ടായി. എല്ലാ സംവിധാനങ്ങൾക്കും കാരണമായത് മനുഷ്യൻ്റെ ബുദ്ധിയാണ്. മനുഷ്യൻ്റെ ആവശ്യമനുസരിച്ചാണ് ഇതെല്ലാം വികസിക്കപ്പെട്ടതും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ വിശാലത ഉണ്ടായോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ വിഷയം. എല്ലാം വിസ്തരിച്ചു, എല്ലാം വികസിച്ചു. പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന് എന്തുമാത്രം വികാസമുണ്ടായി എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയം. 24 മണിക്കൂർ നമ്മൾ നാമം ജപിച്ചു, നമ്മൾ ക്ഷേത്രത്തിൽ പോയി എല്ലാ കാര്യങ്ങളും ചെയ്തു. നമ്മുടെ ഹൃദയത്തിന് ശുദ്ധിയും ഹൃദയത്തിന് വികാസവും ഇല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്ത കാര്യങ്ങൾ കൊണ്ടൊന്നും തന്നെ ഒരു ഗുണവും ഇല്ലാതാവുകയാണ്. നമ്മൾ നോക്കിക്കഴിയുമ്പോൾ പുണ്യകർമ്മങ്ങൾ, സത്കർമ്മങ്ങൾ, അന്നദാനം നടത്തി, ക്ഷേത്രം കുംഭാഭിഷേകം നടത്തി, ഇതൊക്കെ നമ്മൾ ചെയ്തു. നമുക്ക് എന്തുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിശ്ചയമാണ് കർമ്മശുദ്ധി ഉണ്ടാവും, യാതൊരു സംശയവും ഇല്ല. ഹൃദയത്തിന് ശുദ്ധി ഉണ്ടാകുവാനായിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയും, വാച്യത്തിൽ മുമ്പേ ആചാര്യൻ സൂചിപ്പിച്ചതുപോലെ കായേന വാച മനസേന്ദ്രിയ ഇരുവ എന്നുള്ളത് അധര വ്യായാമമായപ്പോൾ അതങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു ചടങ്ങ് എന്നതിൽ കവിഞ്ഞ് അതിനോട് എന്തുമാത്രം നീതി പുലർത്തി എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇവിടെ സാഖ്യത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ ശ്രീമദ് ഭഗവത്ഗീത 2-ാമത്തെ അധ്യായത്തിൽ സുന്ദരമായി സാഖ്യത്തിനെ വിസ്തരിച്ചു തരുന്നുണ്ട്. ആത്യന്തികമായി നമ്മുടെയൊക്കെ പ്രശ്നങ്ങളുടെ കാരണം എന്തെന്നുള്ളതാണ് വിശദമായിട്ട് സാഖ്യരഹസ്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സാഖ്യത്തിന് 2 അധ്യായങ്ങളിലൂടെ സാഖ്യവും അതേപോലെ തന്നെ ഗുണത്രയ വിശേഷണങ്ങളും 2 അധ്യായങ്ങളിലൂടെ ഭാഗവതത്തിൽ പറഞ്ഞു പോവാം. അത് മതിയാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മതിയാകില്ല. സാഖ്യം ലോകത്തിലേക്ക് അനുഗ്രഹിച്ചു തന്നത് സാക്ഷാൽ ഭഗവാൻ കപിലവാസുദേവൻ. ആ കപിലവാസുദേവനിലൂടെ വിശേഷമായിരിക്കുന്ന ശാസ്ത്രത്തെ അനവരതം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കടന്നു വന്നപ്പോൾ സുന്ദരമായി ആ മഹാനുഭാവൻ ഈശ്വര തത്വത്തെയും ജീവതത്വത്തെയും സുന്ദരമായി വർണ്ണിച്ചു തന്നു. ബ്രഹ്മത്തിനെ ദ്വന്ദ്ഭാവത്തിൽ 2 എന്നതായ ഭാവത്തിനെ നമ്മുടെ പൂർവ്വസൂരികൾ നമുക്ക് തന്ന് അനുഗ്രഹിച്ചു. ബ്രഹ്മത്തിനെ 2ആയി തിരിച്ചു, ഒന്ന് പ്രകൃതി എന്നും ഒന്ന് പുരുഷനെന്നും. പ്രകൃതി എന്ത്, പുരുഷൻ എന്ത്? പ്രകൃതി എന്ന് ചിന്തിക്കുമ്പോൾ, അല്ലെ പ്രകൃതി എന്ന വാക്ക് കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് കുറേ വൃക്ഷങ്ങൾ, കുറേ പ്രകൃതിയിലുള്ളതായിരിക്കുന്ന കുറേ വെള്ളച്ചാട്ടം, സമുദ്രം, കടല്, പുഴ, ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരിക. എന്നാൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല നമ്മളും ആ പ്രകൃതിയാണ് എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ വിചാരം എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ പ്രകൃതിക്ക് പുറത്താണ്, നമ്മൾക്ക് അടക്കി ഭരിക്കാൻ വേണ്ടി തന്നിരിക്കുന്നത് അത്രേ പ്രകൃതി. പഴയ ഒരു ചൊല്ല് പറയാറുണ്ട്, കേട്ടിട്ടുണ്ടാവുന്നതായിരുന്നു, കൊന്നാൽ പാപം തിന്നാ തീരും എന്നല്ല, കൊന്ന പാപം തിന്നു തീരുമെന്ന. ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അനുഭവിച്ച് തീരും എന്നുള്ളത് സൗകര്യാർത്ഥത്തിൽ അങ്ങ് വളച്ചൊടിച്ചു, കൊന്നാ പാപം തിന്നാ തീരും. എത്ര സുന്ദരമാക്കി നോക്കിക്കേ, കൊന്ന പാപം തിന്നു തീരുമെന്ന. അപ്പോൾ പറഞ്ഞു വന്ന വിഷയം എന്നുള്ളത് പ്രകൃതിയെയും പുരുഷനെയും സുന്ദരമായി സാഖ്യത്തിലൂടെ വർണ്ണിച്ചു. ഇതിൽ പ്രകൃതിയെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമ്മളും പ്രകൃതിയുടെ ഭാവമാണ്. പ്രകൃതിയുടെ ഭാവം എന്ന് എങ്ങനെ സുന്ദരമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദശമസ്കന്ധത്തിലൂടെ എല്ലാം തന്നെ കടന്നു വരുന്ന സമയം ശ്രീകൃഷ്ണന്റെ സ്വരൂപത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സത്ത്, ചിത്ത്, ആനന്ദം, നാമം, രൂപം. എന്നാൽ ബലരാമന്റെ സ്വരൂപത്തെ പറയുന്നു സത്തും ചിത്തും ആനന്ദവും. ഏതൊരുവനിലാണോ ഈ സമസ്തമായിരിക്കുന്ന പ്രപഞ്ചവും സൃഷ്ടിക്കപ്പെട്ട് നിലനിൽക്കപ്പെട്ട് സംഹരിക്കപ്പെട്ട് തിരോധാനപ്പെട്ട് ഏതൊന്നിലേക്കാണോ ലയിക്കുന്നത്, സൃഷ്ടികർत्री ബ്രഹ്മരൂപ ഗോപ്ത്രി ഗോവിന്ദ രൂപിണി സംഹാരിണി രുദ്രരൂപ തിരോധാനക ഈശ്വരി സദാശിവ അനുഗ്രഹത പഞ്ചകൃത്യപരായണ.
5 കർത്തവ്യങ്ങൾ ഏതൊരു പരബ്രഹ്മസ്വരൂപത്തിലാണോ ചേരുന്നത്, ആ പരബ്രഹ്മസ്വരൂപത്തിനെ അഥവാ പൂർണ്ണ പുരുഷോത്തമൻ എന്ന് സുന്ദരമായി കണ്ടിട്ടുള്ളത് സാക്ഷാൽ കൃഷ്ണനെ മാത്രം. ആ ഒരു കൃഷ്ണനിലൂടെ കടന്നു വരുമ്പോൾ ഇതിത്രയും പറയുവാനുള്ള കാരണം, ഭഗവാനെ യോഗമൂർത്തി എന്നാ വിളിക്കുക. സമസ്ത യോഗങ്ങളുടെയും അധീശ്വരനാണ് ഭഗവാൻ. എത്ര യോഗേശ്വര കൃഷ്ണോ തത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ ഭൂതർധ്രുവാനീതിർ മതിർമമ. അപ്പൊ യോഗം എന്ന് പറയുന്ന വാക്കിലൂടെ അർത്ഥമാക്കുന്നത്, നമ്മൾ പ്രകൃതിയിലേക്ക് ചേർന്ന് കഴിയുമ്പോൾ പ്രകൃതി അഥവാ മായയെ പോലും തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ജനിപ്പിച്ച് തൻ്റെ ഇച്ഛ കൊണ്ട് തന്നെ ചലിപ്പിച്ച് ഈ സമസ്ത ചരാചരങ്ങളെയും അതിലേക്ക് അകപ്പെടുത്തി ഇതിനെ പുറത്തേക്ക് കടത്തണോ പുറത്തേക്ക് അഥവാ അതിൻ്റെ ഉള്ളിൽ നിർത്തണോ എന്ന് പോലും കൃത്യമായി ധാരണയുള്ള ഒരു ചൈതന്യ സ്വരൂപമുണ്ട്. അതിനെ ഇവിടെ ഈശ്വരനെന്നോ ഭഗവാനെന്നോ ബ്രഹ്മമെന്നോ എന്ത് വേണേലും നമുക്ക് വിളിക്കാം, അതിനൊരു പ്രശ്നമില്ല. നമ്മളാണ് നിശ്ചയിക്കുന്നത് നമ്മുടെ ഭഗവാൻ എങ്ങനെയാവണം എന്നുള്ളത്. ഗോപികമാർക്ക് ഭഗവാൻ രക്ഷകനായിരുന്നു, അല്ലേ, സ്വാമിയായിരുന്നു, പതിയായിരുന്നു, എല്ലാമായിരുന്നു. അവരങ്ങനെയാണ് ഭഗവാനെ കണ്ടത്. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടെ പറഞ്ഞാണ് പോകുന്നത്. നമ്മൾ നോക്കിക്കഴിയുമ്പോൾ, ഇതിലേക്ക് നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ വീക്ഷണം എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മുടെ വീക്ഷണമാണ് മാറേണ്ടത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഭഗവതി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് നമ്മളോട് പറഞ്ഞു, നമ്മുടെ കയ്യിലൊരു ത്രാസം തന്നിട്ട് പറഞ്ഞു, നിന്റെ ഒരു കൈ ഇതാ ഈ 2 തട്ടിലായി നിന്റെ സുഖവും ദുഃഖവും അടുക്കി വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുക്കിയും വെക്കും. ഇതിലേത് തട്ട് താന്നിരിക്കും? ദുഃഖത്തിന്റെ തട്ടെന്ന് പറയും. മുമ്പേ പറഞ്ഞ പോലെ 5 കൊല്ലം മുമ്പുണ്ടായ ദുഃഖത്തെ ഓർത്തിരിക്കും, ഇത്രയും കാലം ജീവിതത്തിൽ അനുഭവിച്ച ഒരു സുഖവും ഓർത്തിരിക്കില്ല. അവിടെയാണ് കാഴ്ചപ്പാടുകൾ മാറണമെന്ന് പറഞ്ഞത്. നമ്മൾ തെറ്റായിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഏതൊരു കാഴ്ചയാണോ നെഗറ്റീവായി നിൽക്കുന്നത് അതിനെ മാത്രം മുൻനിർത്തി നമ്മൾ നമ്മുടെ ജീവിതത്തിനെ കാണുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് സമസ്ത മേഖലകളിലും അത് റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. തലമുറകളോളം കൈമാറി വരുന്ന 2 കാര്യങ്ങളുള്ളെന്നാണ് എപ്പോഴും പറയുക. പൂർവീകർ, പ്രായമുള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. 2 കാര്യങ്ങൾ. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് രോഗങ്ങളാണ്, പാരമ്പര്യമായി കിട്ടുന്ന അസുഖങ്ങൾ. രണ്ടാമത്തത് ചീത്തപ്പേരാ, അതും പാരമ്പര്യമായിട്ട് കൊണ്ടുപോകും. മക്കൾ, ഇപ്പം അച്ഛൻ മോഷ്ടാവായിരുന്നിരിക്കാം, മകൻ നന്നായി ജീവിച്ചു, പുറത്തിറങ്ങുന്നവൻ എന്തായിരിക്കും പറയുക, എത്രയായാലും അവൻ കള്ളൻ്റെ മോനല്ലേ, ഇതേ പറയൂ. അപ്പോൾ ഇവിടെ സാങ്ക്യം കൊണ്ട് അർത്ഥമാക്കുന്ന പരമാർത്ഥമായിരിക്കുന്ന വിഷയം, നമ്മളെ തന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ് ആത്യന്തികമായിരിക്കുന്ന വിഷയം. ഇതിലെന്താണ് പ്രധാനമായിട്ട് പ്രതിപാദിക്കുന്നത്? നമുക്ക് ഭഗവത്ഗീതയിലൂടെ നമ്മൾ ഓരോരുത്തരും സുപരിചിതമായിരിക്കുന്ന വാക്കാണ് നിഷ്കാമമായിരിക്കുന്ന ഭക്തി, ഇല്ലേ? നിഷ്കാമകർമ്മം. എങ്ങനെയാ നിഷ്കാമകർമ്മം? ഫലമിച്ഛിക്കാതെ കർമ്മം ചെയ്യുക എന്ന് പറയില്ലേ? എന്നിട്ട് നമ്മൾ ജപിക്കും കായേന വാച മനസേന്ദ്രിയൈർവ, എല്ലാം സമർപ്പണമായി ചെയ്യില്ലേ? കെട്ടുകളറ്റേ കർമ്മം പുരുഷന് മുക്തി വരൂ എന്ന് മലയാള ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ സുന്ദരമായി പറയുന്ന, നിഷ്കാമമായിട്ട് നീ നിന്റെ പ്രവൃത്തി അനുഷ്ഠിക്കുക. അത് നീ എന്ത് കർമ്മം ചെയ്യട്ടെ, ഭക്തിയാവട്ടെ ഏത് കാര്യവും ആവട്ടെ, നീ നിഷ്കാമമായിട്ട് ചെയ്യുക, വിത്തൗട്ട് എക്സ്പെക്ടേഷൻ എന്ന് പറയും. ശ്രീമദ് ഭഗവത്ഗീത 11-ാമത്തെ അധ്യായം 55-ാമത്തെ ശ്ലോകത്തിലൂടെ നോക്കുമ്പോൾ, മത് കർമ്മകൃത് മത് പരമോ മത് ഭക്തഃ സംഘവർജിത നിർവൈരോ സർവഭൂതേഷു യാസാമാമേതി പാണ്ഡവ. ഒരേ സമയം നിനക്ക് കർമ്മയോഗിയാവാൻ സാധിക്കും, ഒരേ സമയം നിനക്ക് ജ്ഞാനയോഗിയാകാൻ സാധിക്കും, ഒരേ സമയം നിനക്ക് ഭക്തയോഗിയുമാവാൻ സാധിക്കും. അതെങ്ങനെ? നിർവൈരോ സർവഭൂതേഷു. ശ്രീമദ് ഭഗവത്ഗീതയുടെ സാരമെന്ന് പറയുന്ന, അല്ലെങ്കിൽ ശ്രീമദ് ഭഗവത്ഗീത 18 അധ്യായങ്ങളാൽ സമ്പുഷ്ടമായിരിക്കുന്ന, സൂര്യസ്ഫുടം ചെയ്തിരിക്കുന്ന ധർമ്മശാസ്ത്രം എങ്ങനെ ഒറ്റ വാക്കിൽ പറയാമെന്ന് ചോദിച്ചാൽ 11-ാമത്തെ അധ്യായത്തിൽ 55-ാമത്തെ ശ്ലോകം കൊണ്ടേ പറ്റൂ. എങ്ങനെ നിനക്ക് ഇതെല്ലാം ആവാൻ സാധിക്കും? ഒറ്റ മാർഗം പറഞ്ഞു, നിർവൈരോ. നീ ഒന്നിനെയും വെറുക്കാൻ പാടില്ല, ഒന്നിനോടും നിനക്ക് ദേഷ്യം വെച്ച് പുലർത്താൻ പാടില്ല. നിനക്ക് ഹേറ്റഡ്നെസ് ഉണ്ടാവരുത്, വെറുപ്പുണ്ടാവരുത്. നമ്മുടെ ജീവിതം നമ്മൾ എപ്പോഴാണ് സ്പോയിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്പോയിൽ ചെയ്യാൻ തുടങ്ങുന്നത് എപ്പോൾ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നുള്ളൂ. നീ എപ്പോഴാണോ നിന്നെ തന്നെ വെറുക്കുന്നത്, അത് മറ്റൊരു മുഹൂർത്തത്തിലല്ല, നീ ഈ ലോകത്തുള്ള ഏതെങ്കിലും ഒരു ചരാചരത്തിനെ നീ എന്ന് വെറുത്തു തുടങ്ങുന്നുവോ അന്ന് മുതൽ നീ നിന്നെ തന്നെ വെറുക്കപ്പെട്ടു തുടങ്ങുക. നമുക്കറിയാം, ചീത്തയായിരിക്കുന്ന ഒരു വസ്തു നമ്മുടെ വീടിൻ്റെ പരിസരത്ത് കിടന്നാൽ അത് ദുർഗന്ധം വമിക്കും, ഇല്ലേ? ആ ചീത്തയായിരിക്കുന്ന വസ്തുവിൻ്റെ മുകളിലേക്ക് വീണ്ടും വീണ്ടും സാധനങ്ങൾ ഇട്ടാൽ എന്ത് പറ്റും? വീണ്ടും വീണ്ടും അതും അഴുകുകയും ചെയ്യും, അതിൽ നിന്ന് ദുർഗന്ധം വമിക്കുകയും ചെയ്യും. നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുന്നു എന്ന് കരുതുക, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി. ആ വ്യക്തി വരുന്ന സമയത്ത് നമ്മൾ ജോലിക്കാരെ പോലും ചുമതലപ്പെടുത്താതെ നമ്മൾ തന്നെ നേരിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും, ഇല്ലേ?
വീട്ടിലെല്ലാ സംവിധാനങ്ങളും ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ അവിടെ ഒരുക്കി കൊടുക്കുന്ന ആ സൗകര്യം അദ്ദേഹത്തിന് മതിയാവാതെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടായി എന്ന് കരുതുക. സ്വാഭാവികമായിട്ടും വരുന്ന അതിഥി എത്രയും പെട്ടെന്ന് തിരിച്ചു പോകാൻ നോക്കും, ഇല്ലേ? പെട്ടെന്ന് തന്നെ തിരിച്ചു പോകും. അല്ലെങ്കിൽ കാരണങ്ങൾ ഉണ്ടാക്കി, നമുക്ക് ആള് നമ്മുടെ കൂടെ 1 മാസം താമസിച്ചാൽ സന്തോഷം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ വന്ന അതിഥി വെരി നെക്സ്റ്റ് ഡേ ആള് പോവാ. ആള് നമ്മളോടൊന്നും പറഞ്ഞില്ല. അതിൻ്റെ ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ, അയാൾക്ക് അസ്വസ്ഥമായിരിക്കുന്ന എന്തെങ്കിലും, അയാളെ അസ്വസ്ഥതപ്പെടുത്തുന്ന എന്തോ ഒന്ന് നമ്മുടെ വീട്ടിലുണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിലുണ്ടാവാം. ഇതേപോലെയാണ് ഈശ്വരൻ. നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന ചീത്തയായിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കാമം, ക്രോധം, ലോഭം, മതം, മാത്സര്യം, അഹങ്കാരം, രാഗം, ദ്വേഷം ഇത്യാദി കാര്യങ്ങൾ ഉള്ളപ്പോൾ ഈശ്വരൻ ഒരിക്കലും വന്ന് എവിടെ ഇരിക്കില്ല? നമ്മുടെ ഈ ശ്രീകോവിലിൽ, നമ്മുടെ ഈ ഹൃദയത്തിൽ വന്ന് ആരിരിക്കില്ല? ഈശ്വരൻ ഇരിക്കില്ല. ഇനി ചിന്തിക്കേണ്ട അടുത്ത ഒരു വിഷയത്തിലേക്ക് പതുക്കെ കിടക്കുക. ഈശ്വരൻ എവിടെയായിരിക്കുക? ഈശ്വരൻ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഇല്ലേ, ഹൃദയത്തിലുണ്ട്, മനസ്സിലുണ്ട്, പല പല ഉത്തരങ്ങൾ പറയും. ആരെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്? അവിടെ വലിയൊരു വിഷയം വരും. എല്ലാവരും പറയും ഈശ്വരനെ. എന്നാൽ സാങ്ക്യത്തിലും ധർമ്മശാസ്ത്രങ്ങളിലും ഭൂരിഭാഗത്തിലും ഋഷീശ്വരന്മാർ പറഞ്ഞിരിക്കുന്ന ഒറ്റ വിഷയം, നീ ഒരിക്കലും ഈശ്വരനെ അന്വേഷിച്ച് പോകണ്ട, നീ നിന്നെ തന്നെ കണ്ടുപിടിച്ചാൽ മതി. നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങൾ വരുമ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ വിജയങ്ങൾ വരുമ്പോഴും എപ്പോഴും നമ്മൾ ആശ്രയിക്കുന്നത് അവൻ കാരണമാണ് ഞാൻ ഇങ്ങനെയായത്, അല്ലാതെ എൻ്റെ പിടിപ്പുകേട് കൊണ്ടല്ല. നമ്മൾ ഹിന്ദു സമൂഹത്തിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ നല്ല 1% ആളുകൾക്കും സാമ്പത്തികമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ, വരുമാനമനുസരിച്ച് ജീവിക്കാൻ മറന്നുപോയി. പലപ്പോഴും അപ്പുറത്തുള്ളവനെ ഇപ്പുറത്തുള്ളവൻ്റെ മുമ്പിൽ ഞാൻ എന്തൊക്കെയോ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി കിട്ടുന്നതായിരിക്കുന്ന മിതമായിരിക്കുന്ന വരുമാനത്തിൽ അധികരിച്ചുള്ള ജീവിതത്തിലേക്ക് കടന്നുപോയിട്ട് എല്ലാം പറയും ശനിയുടെ കുഴപ്പമാണ്, അല്ലെങ്കിൽ രാഹുവിൻ്റെ കുഴപ്പം, അല്ലെങ്കിൽ കേതുവിൻ്റെ കുഴപ്പമാണ്. ബുദ്ധി കൊണ്ട് ജീവിക്കുക എന്നതാണ് ആത്യന്തികമായി ഭാഗവതവും ഭഗവത്ഗീതയും പഠിപ്പിക്കുന്നത്. മനസ്സുകൊണ്ട് ജീവിക്കാതെ ഇരിക്കുക. മനസ്സുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ വൈകാരികതയ്ക്ക് അടിമയാകുന്നതും നമ്മൾ വൈകാരികമായിരിക്കുന്ന മുഹൂർത്തങ്ങളിൽ കൂടെ കടന്നു പോകുന്നതും നമ്മുടെ ജീവിതത്തിന് പരാജയമുണ്ടാവുന്നതും. അതുകൊണ്ട് തന്നെ സുന്ദരമായിട്ട് ഭഗവത്ഗീതയിൽ വാസുദേവൻ പറഞ്ഞില്ലേ, ക്ഷുദ്രം ഹൃദയ ദൗർബല്യം, നിന്നെ നീ അല്ലാതാക്കുന്ന ഒരു ഒറ്റ കാര്യം എന്ന് പറയുന്നത് നിന്റെ മനസ്സ് മാത്രമാണ്. ആ മനസ്സ് എന്ന് പറയുന്നതായിരിക്കുന്ന അവസ്ഥ എങ്ങനെ ഉണ്ടായി? അതിന് കാരണമായി പറയുന്നത് അഹങ്കാരം എന്ന വാക്കാണ്. അപ്പൊ എന്താ ഈ അഹങ്കാരം എന്ന് പറയുക? ഞാനെന്ന ഭാവവും എൻ്റേത് എന്ന മമതയും, ഇല്ലേ? ഞാനെന്ന ഭാവവും എൻ്റേത് എന്ന മമതയും. കൃഷ്ണ ഗുരുവായൂരപ്പ, ഞാനും എൻ്റെ കെട്ടിയോളും എൻ്റെ കുട്ടി എൻ്റെ പട്ടി എൻ്റെ പെട്ടി മാത്രമേ നന്നാകാവൂ, ഇങ്ങനെയാണ് ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക. എന്നിട്ട് പറയുന്നത് മുഴുവൻ ഞാൻ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അത് ചെയ്തു ഇത് ചെയ്തു. നമ്മൾ ചെയ്തു പോയ നന്മകളെ കുറിച്ചൊന്നും ഒരിക്കലും പറഞ്ഞുകൊണ്ട് നടക്കരുത്. കൊടുത്തു കഴിഞ്ഞു, നമ്മുടെ കയ്യിൽ നിന്ന് അതേപോലെ തന്നെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു അബദ്ധങ്ങൾ സംഭവിച്ചു പോയി, ആ പറ്റിപ്പോയ ആ ഒരു അബദ്ധത്തെ ഓർത്ത് ജീവിതകാലം മുഴുവൻ ദുഃഖിച്ചുകൊണ്ട് നടക്കരുത്, അത് പറഞ്ഞുകൊണ്ട് നടക്കരുത്. അടുത്ത നിമിഷത്തെക്കുറിച്ചാണ് വീണ്ടും ചിന്തിക്കേണ്ടത്. കാരണം ജീവിതം ശോഭനമാക്കുക എന്ന സാങ്ക്യം പഠിപ്പിക്കുന്നത് തന്നെ. ഇവിടെ പറഞ്ഞു, നിഷ്കാമമായിട്ട് ഓരോ കർമ്മങ്ങളും നീ ചെയ്യുമ്പോൾ ലിവിങ് അറ്റ് ദി മൊമെന്റ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ലിവിങ് അറ്റ് ദി മൊമെന്റ്. ഈ നിമിഷം നമ്മൾ ജീവിച്ചെങ്കിൽ ജീവിച്ചു. സ്വർഗത്തിലോ നരകത്തിലോ പോയി ഒരു ജീവിതം നമുക്ക് കിട്ടുമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. പോയിട്ടുള്ളവരാരും തന്നെ നമ്മളെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുമില്ല. ഭഗവാൻ കൃഷ്ണൻ എന്തുകൊണ്ട് വ്യത്യസ്തനാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിതത്തിലെ എല്ലാ സമരങ്ങളും സന്ധിയില്ലാതെ എല്ലാ പ്രശ്നങ്ങളോടും സമരം ചെയ്ത ഏകനായിരിക്കുന്ന വ്യക്തിയാണ് കൃഷ്ണൻ. ജനിച്ച നിമിഷം തന്നെ പെറ്റമ്മയുടെ അടുത്ത് നിന്ന് മാറ്റപ്പെട്ടു, വളർത്തമ്മയുടെ അടുത്തെത്തു. പിന്നീട് ജീവിതത്തിൽ അദ്ദേഹം നേരിട്ട ഓരോ സന്ദർഭങ്ങളും നോക്കുക, അദ്ദേഹം ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ, കൂടെ ആരെയും കൂട്ടിക്കൊണ്ട് പോയിട്ടില്ല. ഒരു തീരുമാനമെടുക്കാൻ നേരത്തും അദ്ദേഹത്തിന് തോന്നിയ ഒരു തീരുമാനം മാത്രം ശരിയേത് എന്ന് തോന്നി അദ്ദേഹം ഒറ്റയ്ക്കാ തീരുമാനമെടുത്തത്. നമ്മൾ കാണുന്ന മഹാഭാരത യുദ്ധത്തിലായാൽ പോലും ഭഗവാൻ കൃഷ്ണൻ എടുത്ത ആ ഒരു നടപടി എന്ന് പറയുന്നത്, കൗരവർ ചോദിക്കുന്നുണ്ട്, കൗരവരും പാണ്ഡവരും വന്ന് ഇരിക്കുമ്പോൾ സമയത്ത് ഭഗവാൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നെ വേണോ എൻ്റെ പടയെ വേണോ എന്ന് ചോദിക്കുമ്പോൾ കൗരവര അഭിമാനത്തിൽ പറയുന്നുണ്ട്, നിന്റെ പടയെ തന്നാ മതി. പാണ്ഡവർ പറഞ്ഞ, ഭഗവാനെ നീ ഒരുത്തൻ മതി, ഞങ്ങളുടെ കൂടെ നീ ഒറ്റ ഒരാൾ മതി. എപ്പോഴും അധർമ്മം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ആളുകൾ എണ്ണം കൂടുതലായിരിക്കും. ഒറ്റപ്പെട്ട് എപ്പോഴും ധർമ്മത്തിന് വേണ്ടി വാദിക്കുന്നവരും ധർമ്മത്തിന് വേണ്ടി ജീവിക്കുന്നവരുടെയും ഭാഗത്ത് എപ്പോഴും ആളുകൾ തുലവും കുറവാണ്. അത് ലോക നിയമം, അതങ്ങനെ തന്നെ മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും.
അപ്പൊ ഇവിടെ ആത്യന്തികമായി പറയുന്ന വിഷയം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. എങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും? എങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും? മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് സാങ്ക്യം പറയുന്നു, നീ പ്രകൃതിയിലുണ്ടോ എന്ന് ചോദിച്ചാൽ നീ പ്രകൃതിയിലുണ്ട്, ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പലപ്പോഴും നമുക്ക് പറ്റുന്നത് നമ്മളെക്കുറിച്ചുള്ളതായിരിക്കുന്ന സ്വരൂപ വിസ്മൃതിയാണ് പലപ്പോഴും ഉള്ളത്, ഇല്ലേ? സ്വരൂപ വിസ്മൃതി. എന്തുകൊണ്ടാണ് സ്വരൂപ വിസ്മൃതി ഉണ്ടാവണത്? നമ്മൾ പ്രകൃതിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞു. പ്രകൃതിക്ക് എങ്ങനെ അടിമപ്പെടുക? മുമ്പേ പറഞ്ഞ ആ അഹങ്കാരം, ഞാനെന്ന ഭാവം വന്നു, എൻ്റേത് എന്ന മമത വന്നു. ഈ രണ്ട് കാര്യങ്ങളൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർന്നപ്പോൾ, ശ്രദ്ധിച്ചു കേൾക്കുക, ഞാൻ എന്ന ഭാവവും എൻ്റേത് എന്ന മമതയും, ഈ രണ്ടെണ്ണത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏതൊരു കാര്യമായാലും നമ്മൾ ചെയ്യും, ഇല്ലേ? എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, ഈ ഞാൻ അല്ലെങ്കിൽ ഈ എൻ്റെ, ഇല്ലേ? ഇപ്പോഴും ഞാൻ ഞാൻ എന്ന് പറയും. ഞാൻ എന്ന് പറയുമ്പോൾ നമ്മൾ തൊട്ട് പറയുന്നത് നമ്മുടെ ശരീരത്തെയുമാണ്. അപ്പോൾ ഈ ഞാൻ ആര് എന്നതാണ് ഏറ്റവും വലിയൊരു വിഷയം. തിരുവണ്ണാമലയിലിരുന്ന് രമണ മഹർഷി അതിന് സുന്ദരമായിട്ട് ലോകത്തിനോട് ഉപദേശം ചെയ്തു കൊടുത്തു, ഞാൻ ആര് എന്ന സമസ്യയ്ക്ക്. ഞാൻ ആര് എന്ന സമസ്യയ്ക്ക്, ഇല്ലേ? ഋഷീശ്വരന്മാർ യുഗാന്തരങ്ങൾക്ക് മുമ്പ് വേദം എഴുതിയപ്പോൾ പറഞ്ഞു, ഞാൻ ആര് എന്ന ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം സുന്ദരമായിട്ട് അവർ പറഞ്ഞു തന്നു. പ്രജ്ഞാനം ബ്രഹ്മ, ജ്ഞാനമാകുന്നു ഈശ്വരൻ. എല്ലാവരുടെയും ഉള്ളിൽ പരമമായിരിക്കുന്ന അറിവുണ്ട്, അറിവില്ലാത്തതായിരിക്കുന്ന ഒന്നും തന്നെ ഈ ലോകത്തിലില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പശു പ്രസവിച്ചു കഴിഞ്ഞാൽ ആ പൈക്കുട്ടി വളർന്നു വരുമ്പോൾ ഒരിക്കലും ആ പൈക്കുട്ടിക്ക് അമ്മ പശുവിൻ്റെ അകിട് കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല നമ്മളാരും. അത് തനിയെ അത് പോയി കണ്ടുപിടിക്കാറുണ്ട്, ഇല്ലേ? വിരിഞ്ഞു വരുന്നതായിരിക്കുന്ന കോഴിക്കുഞ്ഞിനെ ഒരിക്കലും അതിനെ സംബന്ധിച്ച് നോക്കിക്കഴിയുമ്പോൾ അതിന് വെള്ളം പേടിയാ, കോഴിക്ക് എപ്പോഴും വെള്ളം പേടിയാ. പക്ഷേ കോഴിയോട് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല, കോഴി നിനക്കെന്താ വെള്ളം അപകടമാണെന്ന്. എന്താ ഇതേപോലെ തന്നെ മുട്ടയിൽ നിന്ന് വിരിഞ്ഞു വരുന്നതായിരിക്കുന്ന താറാവ് കുഞ്ഞിനോട് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല വെള്ളം നിനക്ക് സ്വീകാര്യമാണെന്ന്, നിനക്ക് പറ്റുന്നതാണ് വെള്ളമെന്ന്. അപ്പോൾ എല്ലാവരുടെയും ഉള്ളിലുള്ളതായിരിക്കുന്ന ആ പരമമായിരിക്കുന്ന ആ ഒരു അറിവ്, ആ അറിവിനെ ഗ്രഹിച്ചപ്പോൾ അതിനെ വേണ്ടവണ്ണം വിധത്തിൽ അപഗ്രഥിച്ചു കഴിഞ്ഞിട്ട് സ്വസ്വരൂപത്തെ അറിയാനുള്ള ആദ്യത്തെ പടിയിലേക്ക് അവർ കാൽ വെച്ചു. അതിനെ സുന്ദരമായി രണ്ടാമത്തെ വേദം എഴുതിയപ്പോൾ പറഞ്ഞു, അഹം ബ്രഹ്മാസ്മി, ഞാൻ സാക്ഷാൽ ബ്രഹ്മം തന്നെയാകുന്നു, എന്നിൽ നിന്ന് വ്യത്യസ്തമല്ല ഈ ലോകത്തിൽ ഒന്നും തന്നെ, എല്ലാം ഞാൻ തന്നെയാകുന്നു, എല്ലാത്തിൻ്റെയും പൊരുൾ ഞാൻ തന്നെയാകുന്നു. സുന്ദരമായ ഭഗവത്ഗീതയിൽ പറയുന്ന അഹ സർവം പ്രഭാവോ മത്ത സർവം പ്രവർത്തതേ ഇതോ ഭൂത്വോ ഭജന്തോ മാം ബുധാഭാവ സമന്വിതഃ. എല്ലാം ഉണ്ടാക്കപ്പെട്ടതും എല്ലാത്തിനെയും ചലിപ്പിക്കുന്നതും എല്ലാത്തിനെയും മുന്നോട്ട് നയിപ്പിക്കുന്നതും എല്ലാത്തിനെയും അവസാനം ലയിപ്പിക്കുന്നതും ഞാൻ മാത്രമാകുന്നു. എന്നാൽ അങ്ങനെ ഇരിക്കുന്ന എന്നെ എങ്ങനെയാ സമൂഹം മനസ്സിലാക്കിയതെന്നറിയോ? ആ വാചനന്തി മാമൂഢ മാനുഷ്യം തനമാശ്രിതം പരംഭാവമജാനന്ദോ മമഭൂത മഹേശ്വരം. വിഡ്ഢിയായിരിക്കുന്ന മനുഷ്യൻ കരുതി വെച്ചു ഞാൻ കേവലം ക്ഷേത്രത്തിലോ കേവലം വിഗ്രഹത്തിലോ മാത്രമായിരിക്കുന്നു, എന്നാൽ സർവത്തിലും നിറഞ്ഞിരിക്കുന്ന സാക്ഷാൽ മഹേശ്വരനാണ് എന്ന് ഒരിക്കലും അവൻ എന്നെ മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കുന്നവൻ ബുദ്ധിയുള്ളവൻ. മനുഷ്യാണാം സഹസ്രേഷു കച്ഛത് യതതി സിദ്ധയേ യഥാതാം അഭിസിദ്ധാനാം കച്ഛിന്മം വ്യക്തി തത്വതഃ. ആയിരക്കണക്കിന് ആളുകൾ വന്ന് ഭഗവാനെ വന്ന് തൊഴുതു പോകാറുണ്ട്, ഇല്ലേ? ആയിരക്കണക്കിന് ആളുകൾ ഭഗവാനെ വന്ന് തൊഴുതു പോകാറുണ്ട്. അതിൽ എത്ര പേർക്ക് ഭഗവാനെ കിട്ടി എന്നുള്ളതാണ്. നമ്മളൊക്കെ തന്നെ ശബരിമലയ്ക്ക് പോകുമ്പോൾ ശരണം വിളിക്കാറുണ്ടല്ലേ? കെട്ടും കെട്ടി ആരെ കാണാൻ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടിയ പോക്കം നിർത്തും, ഇല്ലേ? മോക്ഷം കിട്ടിയാൽ അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, എന്തായിട്ടില്ല? മോക്ഷമായിട്ടില്ല. ആ മോക്ഷത്തിലേക്കുള്ള വാതായനം തുറക്കാനാണ് സാങ്ക്യം ഭാഗവതത്തിൻ്റെ അവസാന പാദത്തിൽ കൊണ്ടുവന്ന് കൊടുത്തത്. ബാക്കി എല്ലാ കഥാഭാഗങ്ങളിലൂടെയും കടന്നു വന്നപ്പോൾ ഭാഷ്യകാരന് ഒരു ചിന്തയുണ്ടായി, മനുഷ്യന്റെ എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം മനസ്സാണ് എന്ന് ഓരോ ഭാഗങ്ങളിലൂടെയും പറഞ്ഞു വെച്ച് അതിനെ രണ്ടായി പകുത്തു കൊടുത്ത ഭാഗമാണ് ഏത്? സാങ്ക്യയോഗം എന്ന് പറയും. രണ്ടായി പകുത്ത് രണ്ടിനെ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ അതിൽ നിന്നാണ് സൃഷ്ടി ഉണ്ടായതെന്നും സൃഷ്ടിയുടെ വിവർത്തനങ്ങൾ ഉണ്ടായതെന്നും അങ്ങനെ സുന്ദരമായിരിക്കുന്ന സങ്കല്പങ്ങളെല്ലാം തന്നെ ഉണ്ടായത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്ന വിഷയം എന്നുള്ളത്, നിഷ്കാമമായിരിക്കുന്ന ഭക്തി അനുഷ്ഠിക്കുമ്പോൾ ആ നിഷ്കാമമായിരിക്കുന്ന ഭക്തിക്ക് മറ്റൊരു മാനദണ്ഡം കൂടെ പറയുന്നുണ്ട്. എപ്പോഴും മനുസ്മൃതിയിലടക്കം നമ്മൾ നോക്കുമ്പോൾ
സനാതനത്തിനെ ഏറ്റവും സുന്ദരമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേശോചിതം, കാലോചിതം, സമയോചിതം. ദേശോചിതം, കാലോചിതം, സമയോചിതം. ഇത് മാനദണ്ഡം തന്നെയാണ്. ദേശോചിതമായിട്ട്, കാലോചിതമായിട്ട്, യഥോചിതമായിട്ട് കാര്യങ്ങളെ ചെയ്യുക. അതിന് തന്നെ പറഞ്ഞു, നീ ബുദ്ധി കൊണ്ട് ജീവിക്കുക. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് ഏതത് സിദ്ധയേ യഥാതാം അഭിസിദ്ധാനാം കശ്ചിന്മം വ്യക്തി തത്വതഃ. എന്നെ അറിയുക. എങ്ങനെ നീ അറിയുക? നീ തത്വത്തിലൂടെ അറിയുക. നിന്റെ പ്രായോഗിക ജീവിതത്തിനെ നീ ഭംഗിയാക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, ഇല്ലേ? ഭഗവാന്റെ സ്വരൂപം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുന്ദരമായി പറയാം, സ്വാദേ അസ്മിൻ പരമപ്രേമ രൂപ, അല്ലേ? പ്രേമത്തിനൊരു രൂപമുണ്ടെങ്കിൽ അതിനെ ഭാരതം വിളിച്ച പേരാണ് കൃഷ്ണൻ, അല്ലേ? പ്രേമത്തിനൊരു രൂപമുണ്ടെങ്കിൽ ആ രൂപത്തിനെ വിളിച്ച പേരാണ് ഏത്? കൃഷ്ണൻ എന്ന പേരിട്ടത്. അപ്പൊ അത്ര സുന്ദരമായിരിക്കുന്ന ആ ഒരു രൂപത്തിനെ നമ്മൾ നോക്കുക. പറഞ്ഞു, ജീവിതത്തിന്റെ ഓരോ പ്രതിസന്ധികളിലൂടെയും കടന്നു വരുമ്പോൾ അടിപതറാതെ മുന്നോട്ട് പോകണം. അടിപതറാതെ മുന്നോട്ട് പോകണമെങ്കിൽ ഒറ്റ മാർഗമേ പറയുന്നുള്ളൂ, നിനക്ക് തന്നിരിക്കുന്ന ബുദ്ധിയെ തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദ്ധാമി ബുദ്ധിയോഗം തം യേന ഉപയാന്തി. 10-ാം അധ്യായം 10-ാമത്തെ ശ്ലോകം. നീ പരമമായിരിക്കുന്ന നിന്റെ ബുദ്ധിയെ പ്രയോഗിച്ച് നീ ജീവിക്കണം. നീ ഒരിക്കലും അടിമത്വത്തിനെ സ്വീകരിക്കുവാനോ അടിമയായി നീ ജീവിക്കുവാനോ പാടില്ല. കാരണം ഞാനിതൊരിക്കലും ചെയ്തിട്ടില്ല, ഞാനിതിനെ ഒരിക്കലും അംഗീകരിക്കുന്നുമില്ല. അപ്പോൾ ഒറ്റയ്ക്കായിട്ടുള്ളതായിരിക്കുന്ന ഒരു ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഈ ഒരു മനുഷ്യൻ്റെ ഈ ഒരു ജീവിതചക്രം നമ്മൾ മുന്നോട്ടെടുക്കുമ്പോൾ, നമ്മുടെ മനുഷ്യൻ്റെ ജീവിതം നമ്മൾ മുന്നോട്ടെടുക്കുമ്പോൾ, നമ്മൾ എത്ര ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാലും, എത്ര ഔട്ട്പുട്ട് നമ്മൾ കൊടുത്തു എന്ന് പറഞ്ഞാലും, ഒരു 55 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ കമ്പനി നമ്മളോട് പറയും, എന്താ പറയുക? നിന്നെ ഞങ്ങൾക്ക് വേണ്ട, ഇല്ലേ? നിങ്ങൾ ചിലപ്പം കോടിക്കണക്കിന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും, കമ്പനി വളർത്തിയത് നിങ്ങളായിരിക്കും, എല്ലാം ആയിരിക്കും. പക്ഷേ 55 വയസ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ കമ്പനി നിങ്ങളോട് എന്ത് പറയും? ഇനി നിന്നെ ഞങ്ങൾക്ക് വേണ്ട. 55 വയസ്സ് കഴിഞ്ഞ് നേരെ അപ്പോഴത്തേക്ക് നാട്ടിൽ വന്ന് ഏതെങ്കിലും അമ്പലത്തിൻ്റെ പ്രസിഡന്റ് ആവും, അല്ല കരയോഗത്തിൻ്റെ പ്രസിഡന്റ് ആവും, അല്ല ശാഖായോഗത്തിൻ്റെ പ്രസിഡന്റ് ആവും, ഇല്ലേ? 55 വയസ്സ് മുതൽ 65 വയസ്സ് വരെ അതിൻ്റെ പ്രസിഡന്റ് ആയിരിക്കും. 65-ാമത്തെ വയസ്സിലായി കഴിയുമ്പോൾ കരയോഗക്കാരും അമ്പലക്കാരും നാട്ടുകാരും എന്ത് പറയും? നിന്നെ ഞങ്ങൾക്കും വേണ്ട. 65 വയസ്സ് മുതൽ 75 വയസ്സ് വരെ ആകുമ്പോഴത്തേക്ക് എവിടെ ചെന്നിരിക്കും? വീട്ടിൽ ചെന്നിരിക്കും. വീട്ടിൽ ചെന്നിരുന്ന് കഴിയുമ്പോൾ 75 വയസ്സ് കഴിയുമ്പോൾ വീട്ടുകാർ നമ്മളോട് എന്ത് പറഞ്ഞു തുടങ്ങും? നിന്നെ ഞങ്ങൾക്കും വേണ്ട. 75, 80, 85-ാമത്തെ വയസ്സാകുമ്പോൾ ഭൂമി മാതാവ് നമ്മളോട് എന്ത് പറയും? നിന്നെ എനിക്കും വേണ്ട. സാങ്ക്യം സുന്ദരമായി പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് അത്. അതായത് സംയോഗം വിയോഗം ഭാഗവതത്തിന് ഏറ്റവും വലിയ ദർശനമാണ്. ജീവിതത്തിൽ നമ്മൾ എന്നും ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും, ഒറ്റയ്ക്ക് മുന്നോട്ട് പോകൂ, കൂടെ ആരും വരില്ല, കൂടെ ആരും ഉണ്ടാവുമെന്നും കരുതരുത്. പലരും പറയും, നീ പേടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ട്, ചുമ്മാതാ, ഒന്നാന്തരം തട്ടിപ്പാണ്. ഏത്? കൂടെയുണ്ട്, കൂടെ ആരും ഉണ്ടാവില്ല. എത്രയും കരുതി ചേർത്ത് നിൽക്കുന്നവർ ഉൾപ്പെടെ തന്നെ ഒരു കാലത്ത് പറയും, നിന്നെ ഞങ്ങൾക്കും വേണ്ട. ആ ഒരു അവസ്ഥയെ അതിജീവിക്കുവാൻ വേണ്ടി സാങ്ഖ്യയോഗം രണ്ടാമത് പഠിപ്പിച്ച ഏറ്റവും വലിയ ദർശനമാണ് സ്ഥിതപ്രജ്ഞനാവുക. സ്ഥിതപ്രജ്ഞനാവുക. എങ്ങനെ സ്ഥിതപ്രജ്ഞനാവുക? സ്ഥിതമെന്നും പ്രജ്ഞതയെന്നും കേട്ടിട്ടുണ്ടല്ലേ? രണ്ടും രണ്ട് വാക്കുകളായിട്ട് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. സ്ഥിതപ്രജ്ഞമായിരിക്കുന്ന മനസ്സിൻ്റെ പ്രതീകമാണ് എപ്പോഴും ഗണേശൻ എന്ന് പറയുക, മഹാഗണപതി എന്ന് പറയുക. എല്ലാ മൂർത്തികളും അത് തന്നെ. അപ്പൊ സ്ഥിതപ്രജ്ഞ എന്ന് പറയുമ്പോൾ ദൃഢമായിരിക്കുന്ന ഒരു മനസ്സുണ്ടാവുക, ദൃഢമായിരിക്കുന്ന ഒരു ചിന്തയുണ്ടാവുക, ദൃഢമായിരിക്കുന്ന തീരുമാനങ്ങൾ ഉണ്ടാവുക. എന്ത് തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമ്പോഴും വൈകാരികമായി തീരുമാനങ്ങൾ എടുക്കാതെ ഇരിക്കുക. ശ്രദ്ധിച്ചോ പറഞ്ഞത്? എപ്പോഴും നമ്മൾ തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കുമ്പോൾ വൈകാരികമായി തീരുമാനങ്ങൾ എടുക്കാതെ ഇരിക്കുക. വൈകാരികമായി തീരുമാനമെടുത്തതാണ് ഭീഷ്മരുടെ ശപഥവും ദശരഥ മഹാരാജാവ് കൈകേയിക്ക് കൊടുത്തതായിരിക്കുന്ന വരവും. രണ്ടിൻ്റെയും പരിണത ഫലങ്ങൾ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന് തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിൽ ഇവരുടെ തീരുമാനങ്ങൾ മാറ്റപ്പെട്ടു. അപ്പോൾ വൈകാരികമായിരിക്കുന്ന തലത്തിന് അർത്ഥം കൊടുക്കാതെ, അല്ലെങ്കിൽ വൈകാരികമായിരിക്കുന്ന ചിന്തകൾക്ക് മുൻതൂക്കം കൂടാതെ, നിനക്ക് സ്ഥിതപ്രജ്ഞമായിരിക്കുന്ന നീ നിന്റെ ബുദ്ധി കൊണ്ട് വേണം നീ ഓരോ കാര്യങ്ങളെയും ചിന്തിക്കാൻ. സമുദ്രത്തിലേക്ക് നോക്കുമ്പോൾ സമുദ്രം നമുക്കറിയാം, സമുദ്രത്തിൻ്റെ തീരങ്ങളിൽ എപ്പോഴും അലതല്ലിക്കൊണ്ടേയിരിക്കും, ഇല്ലേ? നമ്മൾ എന്തൊക്കെ കൊണ്ട് സമുദ്രത്തിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടാലും സമുദ്രത്തിന് വേണ്ട എങ്കിൽ ആ സാധനത്തിനെ സമുദ്രം കൊണ്ടുവന്ന് തിരിച്ച് കരയിലിടാറുണ്ട്. എന്നാൽ സമുദ്രത്തിൻ്റെ ഉൾഭാഗത്തേക്ക് നോക്കിക്കഴിയുമ്പോഴോ സമുദ്രം ശാന്തമായി കിടക്കും. ശാന്തമായി കിടക്കുന്ന സമുദ്രത്തിൻ്റെ ഉള്ളിൽ മാത്രമേ മുത്തും പവിഴങ്ങളും ഉള്ളൂ. തീരത്ത് കിടക്കുന്നിടത്ത് മുഴുവൻ അഴുക്കുകളാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ
നമ്മളെ തന്നെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ആത്യന്തികമായ വിഷയം. ഞാൻ ആരെ എന്നതായിരിക്കുന്ന സമസ്യ പലപ്പോഴും നമ്മൾ ചോദിക്കുന്നത് ആരോടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേഷ്യം വരുമ്പോൾ നമ്മൾ ചോദിക്കും ഞാൻ ആരാണെന്ന് നിനക്കറിയാമോടാ എന്നൊരു ചോദ്യം വരും. അതിൽ കവിഞ്ഞിട്ടുള്ളൊരു ചിന്തകളില്ല. അപ്പൊ ഇവിടെ പറയുന്നു സുന്ദരമായിട്ട് ഞാൻ ആരെ എന്നതായിരിക്കുന്ന സമസ്യയുടെ സുന്ദരമായ ഉത്തരത്തെ പറഞ്ഞുകൊണ്ട് സ്ഥിതപ്രജ്ഞതയെ ഉറപ്പിക്കുന്നത് ഏകം സർവഗതം വ്യോമ ബഹിർ അന്തർയഥാകടേ നിത്യം നിരന്തരം ബ്രഹ്മ സർവഭൂത ഗഹേണ തഥാ. കുടത്തിന്റെ അകത്തു നിന്ന് ആകാശം നോക്കുമ്പോഴും കുടത്തിന്റെ പുറത്തു നിന്ന് ആകാശം നോക്കുമ്പോഴും സത്യമായിരിക്കുന്ന വസ്തു ഒന്ന് തന്നെയാണ്. അതിനൊരു മാറ്റങ്ങളുമില്ല. നാദത്തെ കസ്യചിത് പാപം ന ചൈവ സുകൃതം വിഭു അജ്ഞേനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ചന്തവ. പുണ്യം പാപം ഇന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞ് പേടിപ്പിക്കുന്ന വാക്കുകളാ ഇല്ലേ? പുണ്യം പാപം. എന്നാൽ വാസുദേവൻ പറയുന്ന നാദത്തെ കസ്യചിത് പാപം ന ചൈവ സുകൃതം വിഭു. ഈ പുണ്യമെന്നും പാപമെന്നും ഒന്നും തന്നെ ഇല്ല. ഇതെന്തുകൊണ്ട് എനിക്ക് തോന്നുന്നു? ഉണ്ടാകുന്നതിൻ്റെ ഒറ്റ കാരണം മാത്രമേ പറയുന്നുള്ളൂ, എൻ്റെ അറിവില്ലായ്മ. ഉപദേശ സാഹസ്രിയിൽ ആചാര്യ സ്വാമികൾ പറയുന്നു സുന്ദരമായിട്ട് അജ്ഞാന സർപ്പദൃഷ്ടസ്യ ബ്രഹ്മജ്ഞാനം വിനാഔഷധം. അജ്ഞാനമാകുന്ന സർപ്പം നിന്നെ തീണ്ടിക്കഴിഞ്ഞാൽ നീ എന്താ ചെയ്യുക? എന്താ പോംവഴിയുള്ളതെന്ന് അതിന് പറഞ്ഞു ബ്രഹ്മജ്ഞാനം വിനാഔഷധം. നിനക്ക് ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുന്നതിൻ്റെ കാരണം അറിവില്ലായ്മയാണ്. അറിവില്ലായ്മ നികത്തപ്പെട്ട് കഴിയുമ്പോൾ എന്തുണ്ടാവും? പിന്നീട് ആരും ഒരിക്കലും ജീവിതത്തിൽ തെറ്റുകൾ ആവർത്തിക്കില്ല. അങ്ങനെയാണ് സാധാരണ ബുദ്ധിയുള്ള മനുഷ്യർ ചെയ്യുക. അപ്പോൾ ഉണ്ടായ തെറ്റ് വീണ്ടും ഉണ്ടാകാതെ ഇരിക്കുവാനുള്ള മാർഗത്തെ സ്വീകരിക്കുക. അതിന് അറിവുണ്ടാവണം. എപ്പോഴും സാങ്ഖ്യശാസ്ത്രം ശ്രദ്ധിക്കേണ്ട വിഷയം, സാങ്ഖ്യയോഗം സാങ്ഖ്യശാസ്ത്രം എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നതാണ് വിദ്യാഭ്യാസത്തിന്. ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുക്കുന്ന സാധനമാണ്. കാരണം ഒരു മനുഷ്യന്റെ സംസ്കാരത്തിനെ, മനുഷ്യന്റെ സംസ്കൃതിയെ രൂപീകരിക്കുന്നതിൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമുണ്ട്. വിദ്യാഭ്യാസം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ. അപ്പൊ ആ ഒരു വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നീ സമ്പാദിക്കണം. സുന്ദരമായി പറയുന്ന കാര്യമാണ്, ഭഗവത്ഗീത ഉപദേശത്തിലുള്ളതാ. ഇതെല്ലാം കളഞ്ഞിട്ട് പോകാനെന്നൊന്നും പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. നീ ധർമ്മത്തിൽ ഊന്നിക്കൊണ്ട് നീ അർത്ഥത്തെ സ്വരൂപിക്കണം. നീ ആ ധർമ്മത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ നീ കാമത്തെയും പൂർത്തീകരിക്കണം. ഇത് രണ്ടും നീ നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിനക്ക് എന്ത് വന്നിരിക്കും? മോക്ഷമുണ്ടായിരിക്കും. അപ്പൊ ധർമ്മത്തിൽ ഊന്നിക്കൊണ്ട് ഏതൊരു ധർമ്മത്തെ, ഏതൊരു കർമ്മത്തെയും ചെയ്യുക, അതിനെ പരിപൂർണമാക്കുക. ആ ധർമ്മത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ നീ സന്തതി പരമ്പരകൾക്ക് ജന്മം കൊടുക്കുക. ആ സന്തതി പരമ്പരകളെ നല്ല രീതിയിൽ നീ വളർത്തിയെടുക്കുക. ഇതെല്ലാം സുന്ദരമായി പ്രതിപാദിച്ചു പോയി. അപ്പൊ സ്ഥിതപ്രജ്ഞമായിരിക്കുന്ന ഒരു മനസ്സുണ്ടാവുന്നതിന് പറയുന്നു നിത്യം നിരന്തരം ബ്രഹ്മ സർവഭൂതഗണേ തഥാ. നിത്യവും നിരന്തരവുമായിരിക്കുന്ന ബ്രഹ്മം മാത്രമേ സദാ ഉള്ളൂ, അഥവാ സ്ഥായി ഭാവത്തിലുള്ളൂ. സുന്ദരമായി കപിലവാസുദേവൻ അമ്മയായിരിക്കുന്ന ദേവഹൂതിക്ക് സാങ്ക്യം ഉപദേശിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ഹമാത്മാ സ്വയം ജ്യോതി സർവഭൂതഗുഹാശയ. എല്ലാ ചരാചരങ്ങളുടെയും അന്തരാത്മാവായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യ സ്വരൂപമാകുന്നു ഞാൻ. ആ എന്നെ ഒരിക്കലും ഒരാൾക്കും ദ്രോഹിക്കാൻ സാധിക്കില്ല. നീ സമസ്ത ചരാചരങ്ങളിലും എന്നെ ദർശിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഒന്നിനോടും ദ്വേഷമുണ്ടാവില്ല. അതാണ് ആദ്യം പറഞ്ഞ ശ്ലോകത്തിന്റെ അർത്ഥം പോലും. യാതൊന്ന് കാൺകത് നാരായണ പ്രതിമ, യാതൊന്ന് ചെയ്വതത് നാരായണാർച്ചനകൾ, യാതൊന്ന് സർവവും നാരായണായ നമ എന്ന് സുന്ദരമായിരിക്കുന്ന മഹാദർശനത്തിനെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട്. ശേഷം സുന്ദരമായിരിക്കുന്ന അടുത്ത സങ്കല്പത്തിൽ അഷ്ടവക്ര ഗീതയിൽ സുന്ദരമായിരിക്കുന്ന ഒരു സങ്കല്പം കൂടെയുണ്ട്. അഷ്ടവക്ര ഗീതയിൽ ശരീരം സ്വർഗനരകവും ബന്ധമോക്ഷോ ഭയം തഥാ കൽപ്പന മാത്രേണ വൈവത് കിംബേ കാര്യം ചിതാത്മനഃ. സ്വർഗം നരകം, ശ്രദ്ധിക്കേണ്ട കാര്യം, സ്വർഗം നരകം എന്ന് പറയുന്ന ഈ അവസ്ഥകളുണ്ടോ? അഷ്ടവക്ര ഗീതയിൽ പറയുന്നുണ്ട്, വസിഷ്ഠ ഭഗവാൻ പറഞ്ഞു കൊടുക്കണു, ഈ സ്വർഗമെന്നും നരകമെന്നും ഒക്കെ തന്നെ നിനക്ക് തോന്നുവാനുള്ള കാരണം നിന്റെ അജ്ഞത മാത്രമാണ്. നിന്റെ അറിവില്ലായ്മ കൊണ്ട് നീ തന്നെ പറഞ്ഞു വെക്കുന്നു എന്ത്? നിനക്ക് സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും. നിന്റെ സ്വർഗം എന്ന് പറയുന്നത് സ്വഗതി ഇതി സ്വർഗ. ആചാര്യസ്വാമികൾ പറഞ്ഞു വെച്ചത് അവിടെയാ. സ്വഗതി ഇതി സ്വർഗ. ഇപ്പോൾ നീ സന്തോഷത്തിൽ ജീവിച്ചാൽ അതാണ് നിന്റെ സ്വർഗം. ഇപ്പോൾ നീ നിന്റെ കർമ്മഫലം കൊണ്ട് ചെയ്തു കൂട്ടിയതൊക്കെ ദോഷമായി ഭവിച്ചുവെങ്കിൽ അതെന്ത് മാത്രമാകുന്നു? നിന്റെ നരകവും ആകുന്നു. എപ്പോഴും കർമ്മത്തിൻ്റെ ഫലവും എന്ന് പറയുന്നത് ഒരു കാളവണ്ടി പോലെ എന്നാ പറയുക. കാളയാകുന്ന കർമ്മം മുന്നോട്ട് പോകുമ്പം വണ്ടിയുടെ ചക്രമാകുന്ന കർമ്മഫലം അതിന് തൊട്ട് പുറകെ തന്നെ വരും, യാതൊരു സംശയവുമില്ല. സുന്ദരമായി പറഞ്ഞു തന്നു. ഇതെല്ലാം എന്തുകൊണ്ടുണ്ടാകുന്നു?
ഞാനാണ് എല്ലാം. ഏത്? ഈ അനുഭവിക്കുന്നത് ഞാനെന്ന ആത്മാവിനെക്കാട്ടിൽ ഉപരിയായി ഞാനെന്നതായിരിക്കുന്ന ശരീരമാണ് എന്നൊരു അഹന്തയിൽ ജീവിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ സ്വർഗം, നരകം, ഞാൻ, നീ എന്നതായിരിക്കുന്ന ഭാവങ്ങൾ ഉണ്ടാവുക. അതിൽ നിന്ന് നീ പുറത്തേക്ക് കടക്കണം. ഇതൊക്കെ ഉണ്ടായത് ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ്. നിനക്ക് അവിവേകമുണ്ടായി. എന്തുണ്ടായി? അവിവേകമുണ്ടായി. ആ അവിവേകത്തെ മാറ്റുക. അതിനാണ് സുന്ദരമായിട്ട് ഭാഗവതവും സാഖ്യശാസ്ത്രവും സകല ധർമ്മശാസ്ത്രങ്ങളും സുന്ദരമായി ചിത്രീകരിച്ചു. ഏതിനെ അവതരിപ്പിച്ചു തന്നു? സാധനാ ചതുഷ്ടയത്തിനെ സുന്ദരമായി അവതരിപ്പിച്ചു തന്നു. അതിൽ ആദ്യം തന്നെ പറഞ്ഞ കാര്യമാണ് ഏത്? വിവേകം. രണ്ടാമത് പറഞ്ഞു മുമുക്ഷുത്വം. മൂന്നാമത് പറഞ്ഞു വൈരാഗ്യം. നാലാമത് പറഞ്ഞു സുന്ദരമായിട്ട് ഏത്? ഷഡ്സമ്പത്തി. എങ്ങനെയുള്ള ഒരു മനസ്സിലാണ് ഈശ്വരൻ വാഴുക? ഭാഗവതത്തിലൂടെ കടന്നു വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ശമീക മഹർഷി, ശാന്തമായ ചിത്തത്തിന് ഉടമ എന്ന് തന്നെ അർത്ഥം. ശാന്തമായിരിക്കുന്ന ചിത്തത്തിനുടമയായിരിക്കുന്ന ആ ശമീകന്റെ അടുത്തേക്ക് ജിജ്ഞാസുവായിരിക്കുന്ന പരീക്ഷത്ത് ചെന്ന അറിവിനെ ചോദിച്ചു, ദാഹത്തെ ചോദിച്ചു. അഥവാ തനിക്കുണ്ടായ ദാഹം ബ്രഹ്മത്തെക്കുറിച്ച് അറിയുക എന്നുള്ളത്. ആ ബ്രഹ്മത്തെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ഗുരുവായിരിക്കുന്ന അവിടുന്ന് എനിക്ക് ശാപരൂപേണയോ അനുഗ്രഹരൂപേണയോ നിഗ്രഹരൂപേണയോ എനിക്ക് പരമമായിരിക്കുന്ന ജ്ഞാനത്തെ തന്ന് ആ ജ്ഞാനത്തിനെ നിറവേറ്റിക്കഴിഞ്ഞ് ഏറ്റവും അവസാനം അദ്ദേഹം തന്നെ ഭാഗവതത്തിൽ പറയുന്നു, എന്താ? അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മ അഹം പരമം പദം. സുന്ദരമായി പറയാൻ പറ്റി. ശേഷം പറയുന്നുണ്ട്, ഈ ശരീരമെന്ന ബോധത്തിൽ നമ്മൾ ഇങ്ങനെ ജീവിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരിക്കൽ ഒരാൾ ചോദിക്കുകയുണ്ടായി, സുഖവും ദുഃഖവും അനുഭവിക്കാതിരിക്കാൻ എന്താ മാർഗം? ഒറ്റ മാർഗമേ ഉള്ളൂ, ശരീരം അങ്ങോട്ട് കളയുക. വേറെ മാർഗമൊന്നുമില്ല. ജീവിതത്തിൽ സുഖവും ദുഃഖവും അനുഭവിക്കാതിരിക്കാൻ അതേ ഉള്ളൂ ഒറ്റ മാർഗം. ഭൂമിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം അനുഭവിച്ചേ പോകാൻ പറ്റത്തുള്ളൂ. ഒന്നും അനുഭവിക്കാതെ ഇരിക്കുവാനോ ഒന്നിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് അപ്പുറത്തോട്ട് പോകാനോ പറ്റില്ല. ഇനി സുന്ദരമായി പറഞ്ഞു, എന്തുകൊണ്ടാണ് നിനക്ക് ദുഃഖമുണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് നിനക്ക് ദുഃഖമുണ്ടാവണത്? സുന്ദരമായി സാഖ്യശാസ്ത്രത്തിൽ പറയുന്നു, ചിന്തയാ ജായതേ ദുഃഖം ന അന്യതേ ഹേതി നിശ്ചയി തയാഹീന സുഖീ ശാന്ത സർവത്ര ഗളിത സ്പൃഹ. നിന്റെ ദുഃഖത്തിന് കാരണം എന്ന് പറയുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അല്ലെ, സംവത്സരങ്ങളോളം ഭഗവാൻ ബുദ്ധൻ പോയി മരത്തിന്റെ ചുവട്ടിലിരുന്നിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, മനുഷ്യ, നിന്റെ ദുഃഖത്തിന്റെ കാരണമെന്ന് പറയുന്നത് നിന്റെ ആഗ്രഹങ്ങൾ മാത്രമാണ്. അല്ലേ? സുന്ദരമായി ഒരു പടിയും കൂടെ മുകളിലേക്ക് കയറിയിട്ട് ഭാഗവതം പറഞ്ഞു, ചിന്തയാ ജായതേ ദുഃഖം. നിന്റെ സകല ദുഃഖങ്ങളുടെയും കാരണം നിന്റെ ചിന്തകൾ മാത്രമാണ്, വേറൊന്നുമല്ല നിന്റെ ദുഃഖത്തിന് കാരണം. ഒന്ന് ആലോചിച്ച് നോക്കുക. ചിലരെപ്പോഴും വന്ന് പറയാറുണ്ട്, പ്രശ്നമാണ് പ്രശ്നമാണ് പ്രശ്നമാണ്, ആ പ്രശ്നം ഈ പ്രശ്നം ആ പ്രശ്നം ഈ പ്രശ്നം മറ്റേ പ്രശ്നം മറിച്ചേ പ്രശ്നം, ഒത്തിരി പ്രശ്നങ്ങൾ. ഇതോട് പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ. എന്നാൽ ചിലരെ സംബന്ധിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത അവർക്ക് പ്രശ്നമാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ആ പ്രശ്നത്തിൽ ഇടപെടുക. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, സാഖ്യശാസ്ത്രം പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചു കേൾക്കുക, അവർ ഹാപ്പിനെസ് ഈസ് അവർ പ്രയോറിറ്റി. നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് മാത്രമുള്ള കാര്യമാണ്. അത് സ്പോയിൽ ചെയ്യരുത്, അത് നശിപ്പിച്ച് കളയരുത് ഒരിക്കലും. കാരണം പ്രസന്നചിത്തമായിരിക്കുന്ന ഒരു ഹൃദയത്തിൽ മാത്രമേ വാസുദേവൻ ഉണ്ടാകൂ. എപ്പോഴും ദുഃഖിച്ച്, അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ജീവിതകാലം മുഴുവൻ കഷ്ടത അനുഭവിച്ചു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുടെ കൂടെ അല്ല ഭഗവാൻ ഇരിക്കുക. കാരണം ഭഗവാൻ ആരുടെയും മുമ്പിൽ കരഞ്ഞിട്ടില്ല, ഭഗവാൻ ഒരിടത്തും മുട്ടുകുത്തിയിട്ടില്ല. എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ സുന്ദരമായി തരണം ചെയ്ത് മുന്നോട്ട് പോയ ആളാണ് ആര്? വാസുദേവൻ. അവ പ്രസന്ന ചിത്തമാവുക. ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം രണ്ടെണ്ണമാണെന്നാണ് എപ്പോഴും പറയുക, ഗുരുനാഥൻ പറഞ്ഞിട്ടുള്ളത്. അതിലൊന്നെന്ന് പറയുക, സ്വസ്ഥമായിട്ട് ഉറങ്ങുക. രണ്ടാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് ചിരിക്കുക. ഈ രണ്ട് അനുഗ്രഹം ഈശ്വരൻ അറിഞ്ഞു തന്നതാണ്. ഇത് രണ്ട് നമുക്ക് ചെയ്യണമെങ്കിൽ സമാധാനമുണ്ടാവണം, സ്വസ്ഥതയുണ്ടാവണം. ഈ സമാധാനവും സ്വസ്ഥതയുണ്ടാകണമെങ്കിൽ ആത്യന്തികമായി നമുക്ക് വേറൊരു സാധനം കൂടെ വേണം. എന്താ? ക്ഷമയുണ്ടാവണം. ക്ഷമയുണ്ടായാലേ ശ്രദ്ധയുണ്ടാവൂ. ശ്രദ്ധയുണ്ടായെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരുള്ളൂ. ഇവിടെ പറയുന്ന ചിന്തയാ ജായതേ ദുഃഖം. നിന്റെ ദുഃഖത്തിന് കാരണമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, എന്ത് മാത്രമേ ഉള്ളൂ? നിന്റെ ചിന്തകൾ മാത്രമേ ഉള്ളൂ. ശേഷം പറയുന്നത് തയാഹീന സുഖീ ശാന്ത സർവത്ര ഗളിത സ്പൃഹ. നീ നിന്റെ ദുഃഖത്തിൽ നിന്ന് നിനക്ക് നിവൃത്തി ഉണ്ടാകണമെങ്കിൽ നീ നിന്റെ ചിന്തകൾക്ക് പുറത്തേക്ക് വരണം. ഇവിടെ ഇരിക്കുമ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല സത്സംഗങ്ങളിൽ ചെല്ലുമ്പോഴും മിഴിയിങ്ങും മനവങ്ങുക. അല്ലേ? ചിലപ്പോൾ ചിലർ ആചാര്യനെ പേടിച്ചിരിക്കും. അല്ലേ? ചിലർ വന്നിട്ട് എന്താ ആചാര്യം മൈക്കിക്കൂടെ വല്ലതും പറയുമോ എന്നുള്ളൊരു ഭയം, അത് കാരണം എഴുന്നേറ്റ് പോകാൻ പറ്റത്തില്ല, അങ്ങനെ ഇരിക്കും ബലം പിടിച്ച്. അല്ലേ? ചിലരത് ആസ്വദിച്ച് അങ്ങനെ ഇരിക്കും. അപ്പം മിഴിയിങ്ങും മനമെങ്ങും.
ചിലരുടെ മനസ്സ് ഇങ്ങനെ ഓടി നടക്കും. ഈ സത്രമെല്ലാം കഴിഞ്ഞ് തിരിച്ചവിടെ ചെല്ലുമ്പോൾ എൻ്റെ ചെരുപ്പ് അവിടെ കാണുമോ, അതോ അത് അവിടെ നിന്ന് ആരെങ്കിലും എടുത്തുകൊണ്ട് പോവോ, അങ്ങനെ അടുത്ത ചിന്തകളുടെ ഒരു വേലിയേറ്റം ഇങ്ങനെ തന്നെ മാറി 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 വന്നുകൊണ്ടേയിരിക്കും. അപ്പം മനസ്സിനെ നിയന്ത്രിച്ചെടുക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. അതിന് സുന്ദരമായിട്ട് ധർമ്മോപദേശം ചെയ്യുമ്പോൾ സംഖ്യയോഗത്തിൽ സുന്ദരമായി പറഞ്ഞു തരുന്നു എങ്ങനെ ഉണ്ടാവും. നീ ആദ്യം ജിജ്ഞാസു ആവണം, നീ നിന്റെ മനസ്സിനെ അറിയണം, നിനക്കൊരു തൃഷ്ണയുണ്ടാവണം, ആഗ്രഹ തൃഷ്ണ, അറിയുവാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവണം. അതുകൊണ്ട് നീ പുറത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഈ അണ്ടകടാഹം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഈശ്വരനെ നീ തേടി എവിടെ അങ്ങും ഇങ്ങും പോകണ്ട. നീ ആരെ തേടിയാൽ മതി? നിന്നെ തന്നെ നീ തേടിയാൽ മതി. സുന്ദരമായി മൂന്നാമത്തെ ധർമ്മോപദേശവും സാമവേദം എഴുതിയപ്പോൾ എഴുതി തന്നു, ലോകത്തിനോട് പറഞ്ഞു തന്നു തത്വമസി എന്ന്. അത് ഏത്? തത്ത് ത്വം, നീ, അസി ആകുന്നു, അത് നീ ആകുന്നു. നിന്റെ സ്വരൂപം എന്ന് പറയുന്നത് നീ സാക്ഷാൽ ബ്രഹ്മമാകുന്നു, സാക്ഷാൽ ജ്ഞാനമാകുന്നു. അറിവാണ് നിന്റെ സ്വരൂപം, അറിവാണ് ഈശ്വരൻ. ആ അറിവ് എന്നതായിരിക്കുന്ന അവസ്ഥയിലേക്കൊന്ന് നോക്കുക. അറിവിനെ സൂചിപ്പിച്ചതോ വെളിച്ചത്തിനോട്. നമുക്കറിയാം, ഇരുട്ടുള്ള ഒരു മുറിയിൽ പ്രകാശം കടന്നു വരുമ്പോഴാണ് ആ മുറിയിൽ നിന്ന് ഇരുട്ട് മായുക. ഒരിക്കലും ഇരുട്ട് മാറിയിട്ട് ഒരിക്കലും അവിടെ പ്രകാശം വരാൻ പോകുന്നില്ല. അവിടെ പ്രകാശം ചെല്ലുമ്പോൾ ഇരുട്ട് മാറുന്നത് പോലെ നിന്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന നിന്റെ സ്വരൂപ വിസ്മൃതി നിനക്ക് മാറണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, നിനക്ക് ജീവിതത്തിൽ ആത്യന്തികമായി വേണ്ടതാണ് നീ ആരാണ് എന്ന് നീ തിരിച്ചറിയണം. നീ തിരിച്ചറിയാത്തിടത്തോളം കാലം, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ധർമ്മോപദേശങ്ങൾ ഓരോ ഭാഗത്തിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ധർമ്മപുരാണങ്ങളാവട്ടെ, നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളാകട്ടെ, ഇതിഹാസങ്ങളാകട്ടെ, സ്മൃതികളാകട്ടെ, ശ്രുതികളാകട്ടെ, ഇതൊക്കെ എന്തിനു വേണ്ടി ഉണ്ടാക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ, ഇതിലൊക്കെ ആരെക്കുറിച്ച് പറയുന്നു എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഈശ്വരനെ കുറിച്ചല്ല പറയുന്നത്. ഒരിക്കലും ഈശ്വരനെ കുറിച്ചല്ല പറയുന്നത്, നമ്മളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുക, നമ്മളെക്കുറിച്ച് ഒരു മനുഷ്യൻ പറയുവാൻ സാധ്യതയുള്ള ഒരു 5 നല്ല കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിൽ ഒരു മിനിറ്റ് കൊണ്ടൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? ചിന്തിക്കാൻ പറ്റുമോ? 5 നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റില്ല. നമ്മളെക്കുറിച്ച് 5 ചീത്തയായ കാര്യങ്ങളോ? അതും നമുക്കറിയില്ല. എന്നാൽ അപ്പുറത്തെ വീട്ടുകാരനെ കുറിച്ചുള്ള കുറ്റമോ? അതിന് ഒരു മിനിറ്റ് പോലും വേണ്ട, ഒരു സെക്കൻഡ് കൊണ്ട് 5 കുറ്റങ്ങൾ നമ്മൾ പറയും. അപ്പോഴും നമ്മൾ നോക്കുന്നത്, നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ നല്ലതാ. ഇപ്പോൾ ചില കുട്ടികളോടൊക്കെ ചോദിക്കാറുണ്ട്, എന്താ അമ്പലത്തിൽ പോകാത്ത, എന്താ സപ്താഹത്തിന് പോകാത്ത, എന്താ സത്സംഗത്തിന് പോകാത്തതെന്ന് ചോദിച്ചാൽ പറയും, എന്തിനാ അമ്പലത്തിൽ പോകണേ, എന്തിനാ സത്സംഗത്തിന് പോകുന്നേ, മനസ്സ് നന്നായാൽ പോരെ. കേട്ടിട്ടില്ലേ? എന്തിനാ പോകുന്നത്? മനസ്സ് നന്നായാൽ പോരെ. തീർച്ചയായിട്ടും മനസ്സ് നന്നായി കഴിഞ്ഞാൽ പോകണ്ട. പക്ഷെ എന്തോന്ന് നന്നായിരിക്കണം? മനസ്സ് നന്നായിരിക്കണം. ലോകത്ത് ഇന്നേ വരെ ഏതെങ്കിലും മനുഷ്യൻ അവൻ്റെ മനസ്സിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞിട്ടില്ല. എല്ലാവരും അവരവർ പറയുന്നത് എന്താ? ഞാൻ നല്ലത്, ഞാൻ നല്ലത്, ഞാൻ നല്ലത്, ഞാൻ നല്ലത്, ഞാൻ നല്ലത് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ അഹങ്കാരം സുന്ദരമായിട്ട് നിഴലിക്കുന്നുണ്ട്. ആ വാക്കാണ് ഞാൻ എന്നുള്ളത്. എൻ്റെ മനസ്സ്, എൻ്റേത്. ഇപ്പോൾ ഇവിടെ സാങ്കേതിലൂടെ സുന്ദരമായി പറയുന്നു, നീ ഇതൊക്കെ പറയുവാനുള്ള കാരണം നിന്റെ ചിന്തകൾ. നിനക്ക് എങ്ങനെ ചിന്തയുണ്ടാകുന്നു? നിന്റെ ചിന്തയുടെ കാരണം നീ ആത്മാവ് എന്നതിനേക്കാട്ടിൽ ഉപരിയായി നിനക്ക് ബന്ധമില്ലാത്തൊരു സാധനത്തിനെ നീ നിരൂപിച്ചു. അതിൻ്റെ പേര് മായ. എങ്ങനെ മായ ഉണ്ടാകുന്നു? എങ്ങനെ മായ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 29 കാരണങ്ങൾ കാരണമാണ് നമുക്ക് മായ ഉണ്ടാവുന്നത്. 29 കാര്യങ്ങൾ. എന്തൊക്കെ 29 കാര്യങ്ങളെന്ന് നോക്കുക സുന്ദരമായിട്ട്. 5 ഇന്ദ്രിയങ്ങൾ. നമുക്കറിയാം, അങ്ങോട്ടേക്ക് നോക്കരുത് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കും. പറയരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ നമ്മൾ പറയും. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സാധനം. നമ്മൾ ഏതൊരു നല്ല കാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് ഇറങ്ങുന്നുവോ, നമ്മളെ അതിലേക്ക് പിൻവലിക്കുന്ന ആദ്യത്തെ സാധനമാണ് ഏത്? നമ്മുടെ പഞ്ച ഇന്ദ്രിയങ്ങൾ എന്ന് പറയുക. രമണ മഹർഷി സുന്ദരമായി പറഞ്ഞ, എൻ്റെ ഹൃദയകുഹരത്തിൽ വിരാജിക്കുന്ന അരുണാചലേശ്വര, നിന്നെ എന്നിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകുവാനായി 5 കള്ളന്മാരുണ്ട് എന്നോടൊപ്പം. 5 കള്ളന്മാർ. അതിൽ ആ 5 കള്ളന്മാരാണ് ഏത്? പഞ്ച ഇന്ദ്രിയങ്ങൾ എന്ന് പറയുക. നമുക്ക് രുചി ഉണ്ടാവുന്നത് നമ്മുടെ മനസ്സ് പറയുന്നത് കൊണ്ടാണ്, ഇല്ലേ? അവിടെയാണ് നമുക്ക് ഇഷ്ടം, സ്നേഹം, പ്രണയം എന്നതായിരിക്കുന്ന വികാരങ്ങൾ പോലും ഉണ്ടാവുന്നതും അവിടെ തന്നെ. ദ്വേഷമുണ്ടാവുന്നതും അവിടെ തന്നെ. എന്നാൽ ഇതിൽ നിന്നെല്ലാം തന്നെ വിമുഖമായി നിൽക്കുന്ന അവസ്ഥയിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവൂ? വിരക്തി ഉണ്ടാവൂ, അഥവാ വൈരാഗ്യത്തെ ഉണ്ടാവൂ. ആ വിമുഖമായിരിക്കുന്ന അല്ലെങ്കിൽ ആ വിരക്തിയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മായയെ അതിജീവിക്കുക. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് 5 കർമ്മ ഇന്ദ്രിയങ്ങൾ. വാക്ക്, പാണി, പായു, ഉപസ്ഥം തുടങ്ങിയാതിയായിരിക്കുന്ന 5 കർമ്മ ഇന്ദ്രിയങ്ങൾ. അങ്ങനെ 10 ശേഷം വന്നു 5 ജ്ഞാന ഇന്ദ്രിയങ്ങൾ. അവിടെയും കൊണ്ട് തീർന്നില്ല. 5 പ്രാണൻ, 5 ഉപപ്രാണൻ.
ഇപ്പോൾ 25 മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഈ 4 കൂടെയായി 29 ഈ 29 കൂടെ ചേർന്ന് നമുക്ക് അവിടെ ഉണ്ടാക്കി തരുന്ന ഒരു അവസ്ഥയാണ് സുന്ദരമായിട്ട് മനസ്സ് എന്ന് പറയുന്നതായ ഒരു വാക്കുകൊണ്ട് വർണ്ണിക്കപ്പെട്ടത്. ആ മനസ്സിനെ നമ്മൾ അടക്കാതെ, ആ മനസ്സിനെ കുറിച്ചോ നമ്മളെക്കുറിച്ചോ നമ്മൾ ചിന്തിക്കാതെ എപ്പോഴും നമ്മൾ ബാക്കിയുള്ളവരെ ആശ്രയിക്കാറുണ്ട്. രാത്രി നമുക്ക് ഉറങ്ങണമെങ്കിൽ നമുക്ക് ഭൂരിഭാഗം ആളുകൾക്കും രാത്രിയിൽ ഉറക്കം സുഖമാകണമെങ്കിൽ തലയണ വേണം, വേണ്ടേ? അല്ലേ? തലയണ വെച്ച് ഉറങ്ങാറുണ്ട്. എന്തിനാ തലയണ വെക്കുക? സുഖനിദ്ര കിട്ടാൻ വേണ്ടി, ഇല്ലേ? എന്നാൽ തലയാണയാണോ നമുക്ക് ഉറക്കം തരുന്നത്? തലയാണയ്ക്ക് നമ്മുടെ ഉറക്കവുമായിട്ട് ഒരു പുലബന്ധം പോലും ഇല്ല. പക്ഷേ നമുക്ക് പറയാൻ പറ്റുക എന്താ? എനിക്ക് സുഖമായിട്ട് ഉറങ്ങണം, എന്ത് വേണം? തലയണ വേണം. അപ്പം നമ്മുടെ സുഖവും നമ്മുടെ ദുഃഖവും നമ്മളെപ്പോഴും മറ്റൊന്നിൽ നിന്ന് നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ എല്ലാം ദ്വൈതഭാവമായി. കാരണം ഇവർക്ക് ആർക്കും ഒന്നും തന്നെ നമുക്ക് ഒന്നും ചെയ്തു തരാൻ പറ്റുന്നില്ല എന്നുള്ള സത്യമായിരിക്കുന്ന വസ്തുവിനെ നിലനിർത്തിക്കണ്ട് ഹൃദസ്ഥമാക്കേണ്ട ആത്യന്തികമായിരിക്കുന്ന കാര്യം വിവേകബുദ്ധിപൂർവം, വിവേകത്തോടു കൂടിയുള്ള ഒരു പെരുമാറ്റം. വിവേകത്തോടു കൂടിയുള്ള പെരുമാറ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് നാക്ക്. ബാക്കിയുള്ളതും അത്രയും വലിയ അപകടം ചെയ്യാറില്ല. ഏറ്റവും കൂടിയ അപകടം ചെയ്യുന്ന സാധനം നാക്ക്. നമ്മുടെ മാംസം ഒന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ മാംസം കൂടിച്ചേർന്നോളും. പക്ഷെ വായിൽ വരുന്ന ഓരോ വാക്കുകൾ കാരണം മുറിവേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പട്ടടയിൽ കൊണ്ടുപോയി ദഹിപ്പിച്ചു കഴിഞ്ഞാലും ആ മുറിവ് ഒരിക്കലും ഉണങ്ങില്ല. അവിടെ എല്ലാം തന്നെ ഉണ്ടാവുന്ന കാരണം എന്ന് പറയുന്നത് മനസ്സ്. ആ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരണം. ആ മനസ്സിൽ നമ്മൾ ഒരിക്കലും നമ്മളായി തളയ്ക്കപ്പെട്ട് കിടക്കരുത്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു വരുന്ന സമയം ഏറ്റവും സുന്ദരമായിരിക്കുന്നതാണ് ഷഡ്സമ്പത്തി. നമ്മൾ സാധനാ ചതുഷ്ടയത്തിൻ്റെ 4 പാദത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് ആദ്യം തന്നെ പറഞ്ഞു ശമം. ഈശ്വര ഉപാസനയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈശ്വര ഉപാസനയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് പറഞ്ഞു. സാധനാ ചതുഷ്ടയത്തിൽ ഷഡ്സമ്പത്തിയിൽ ശമം ഉണ്ടായിരിക്കണം. നിനക്ക് ശാന്തചിത്തമായിരിക്കുന്ന ഒരു മനസ്സുണ്ടാവണം. ശാന്തചിത്തമായ മനസ്സുള്ളത് കൊണ്ടാണ് പരീക്ഷത്തിന് ഭാഗവതം കിട്ടിയത്. ശാന്തചിത്തമായി ഇരിക്കുന്നവർക്ക് ഭാഗവതം ഉപദേശിക്കാൻ പറ്റൂ. ശാന്തചിത്തമായി ഇരിക്കുന്നവർക്ക് ഭാഗവതം ശ്രവിക്കാൻ സാധിക്കൂ. രണ്ടാമത് പറഞ്ഞു ദമം വേണം, ഇന്ദ്രിയ നിഗ്രഹം. ഇതിനെയൊക്കെ നിയന്ത്രിക്കുക ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്, പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറയുക. ശേഷമുള്ളതാണ് ഉപരതി എന്ന് പറയുക. ത്രിവിധം നരകസൈദ്യം ദ്വാരം നാശനാമാത്മന കാമക്രോധസ്ഥതാലോപാത് സമാതീതം ത്രയം ത്യജേത്. ഭഗവത്ഗീത 3-ാമത്തെ അധ്യായം 15-ാമത്തെ ശ്ലോകം. അതിലേക്ക് നോക്കിക്കഴിയുമ്പോൾ പറയുന്നു, ഭഗവാൻ വാസുദേവൻ പറയുന്നു, നിന്റെ ആത്മാവിനെ നശിപ്പിക്കുവാൻ 3 കാര്യങ്ങൾ കൊണ്ടേ സാധിക്കൂ. ഒന്ന് കാമം, ഒന്ന് ക്രോധം, ഒന്ന് ലോഭം. കാമത്തിൻ്റെ ബൈ പ്രോഡക്റ്റാണ് ക്രോധം. ക്രോധത്തിൻ്റെ ബൈ പ്രോഡക്റ്റാണ് ബുദ്ധിഭ്രംശം. ബുദ്ധിഭ്രംശത്തിൻ്റെ ബൈ പ്രോഡക്റ്റാണ് സ്മൃതിഭ്രംശം. സ്മൃതിഭ്രംശത്തിൻ്റെ ബൈ പ്രോഡക്റ്റാണ് സർവനാശം. ശ്രീരാമചന്ദ്രസ്വാമിയെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ശ്രീരാമൻ എന്തുകൊണ്ട് എല്ലാ ദേവന്മാരിലും വ്യത്യസ്തനാകുന്നു, ശ്രീരാമൻ്റെ പ്രത്യേകത എന്ത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. രാമൻ്റെ കഥയെടുത്ത് ചിന്തിക്കുമ്പോൾ ഇത്രയും ഗ്രഹപ്പഴ ബാധിച്ച ഒരു ദേവൻ വേറെ ഉണ്ടാവില്ല, അല്ലേ? ഇത്രയും ഗ്രഹപ്പഴ ബാധിച്ച ഒരു ദേവൻ വേറെ ഉണ്ടാവില്ല. കാരണം അദ്ദേഹത്തിന് സ്വന്തം നാട്ടിൽ ചെന്നത് 2024 ജനുവരി മാസത്തിലാണ്. അതാണ് ഏറ്റവും വലിയൊരു കഷ്ടം, അല്ലേ? സ്വന്തം നാട്ടിൽ പോകണം, ത്രേതായുഗത്തിൽ പുറപ്പെട്ട് അദ്ദേഹത്തിന് പോലും സ്വന്തം നാട്ടിൽ ചെല്ലണമെങ്കിൽ ഇത്രയും കാലം അദ്ദേഹം കൂടെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നു, അല്ലേ? അവതാര ഉദ്ദേശം പൂർത്തിയാക്കിയാൽ പോലും. അപ്പം അങ്ങനെ സന്ധിയില്ലാതെ സമരം ചെയ്ത് വന്ന് ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും അനുഭവിച്ച് തീർത്ത ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. ശ്രീരാമചന്ദ്രൻ എന്തുകൊണ്ട് മര്യാദാ പുരുഷോത്തമനായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഭാരതം ലോകത്തിന് കൊടുക്കുന്നുള്ളൂ. ശ്രീരാമൻ ക്രുദ്ധിച്ചതായ ഒരു ഭാഗം പോലും എഴുതപ്പെട്ടിട്ടില്ല. ക്രോധത്തിന് ഏറ്റവും കൂടുതൽ എതിർത്ത ആളാണ് ആര്? സാക്ഷാൽ ഭഗവാൻ ശ്രീരാമൻ എന്ന് പറയുക. ശ്രീരാമൻ ക്രുദ്ധിച്ചിട്ടില്ല. ശ്രീരാമൻ്റെ സൗന്ദര്യമാണത്. അപ്പോൾ ഇവിടെ പറഞ്ഞു സുന്ദരമായിട്ട് ഉപരതി എന്ന് പറയുമ്പോൾ ബാഹ്യ വിഷയങ്ങളോടുണ്ടാകുന്നതായിരിക്കുന്ന അഭിനിവേശത്തെ തടയുക, നിയന്ത്രിക്കുക. ശേഷം പറഞ്ഞു തിതിക്ഷ, അല്ലേ? തിതിക്ഷ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം വരിക? തിതിക്ഷ എന്ന് പറയുമ്പോൾ സഹിഷ്ണുത എന്ന് പറയും, അല്ലേ? എല്ലാവരും പറയും, ചിലർ പറയും ആവിഷ്കാര സ്വാതന്ത്ര്യം, ചിലർ പറയും ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല. ഈ സഹിഷ്ണുത എല്ലാ കാര്യങ്ങളിലേക്കും വന്നു കഴിയുമ്പോൾ
സഹിഷ്ണുതയാവും. ഇല്ലേ? ഇതെല്ലാവർക്കും ഒരുപോലെ വന്നു കഴിയുമ്പോൾ സഹിഷ്ണുതയാവും. എല്ലാ മാറ്റങ്ങളെ ഉൾക്കൊള്ളുക. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ സാങ്കേശാസ്ത്രം അടിവരയിട്ട് പറയുന്നത് എന്തെന്നറിയുമോ? നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഈ പരിഹാരം ഒരിക്കലും മറ്റൊരാൾക്ക് പറഞ്ഞു തരുവാനോ മറ്റൊരാൾക്ക് ചെയ്തു തീർക്കുവാനോ പറ്റില്ല. ആത്യന്തികമായിരിക്കുന്ന വിഷയം എന്തെന്ന് ചോദിച്ചാൽ സാങ്കേശാസ്ത്രം പറയുന്നു, നീ യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുക. എന്താ പറയുക? യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുക. ഒന്ന് ആലോചിച്ച്, നമ്മുടെ വിഷയം കിടക്കുന്ന പ്രധാനപ്പെട്ട ഭാഗം അതല്ലേ? ഏതാ? യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ടുകൾ. യാഥാർത്ഥ്യത്തിനെ അസത്യമാണെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണ് എന്ന് നമ്മൾ തന്നെ സ്വയമേ വിലയിരുത്തി അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ പറഞ്ഞു തരുന്നു, നിന്റെ വിഷയങ്ങളെ, നിന്റെ പ്രശ്നങ്ങളെ, നിന്റെ പ്രതിസന്ധികളെ നിനക്ക് തരണം ചെയ്യണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ നിന്റെ പ്രശ്നത്തിന് പരിഹാരം. എന്തുമാത്രം? യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുക. ശേഷം പറഞ്ഞു സഹിഷ്ണുത അഥവാ തിതീക്ഷ. ഏറ്റവും അവസാനത്തെ രണ്ടെണ്ണം. ഒന്ന് ശ്രദ്ധ. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനമെന്ന് ഭഗവത്ഗീത ആപ്തവാക്യ. ശ്രദ്ധയുള്ളവനെ എന്ത് കിട്ടൂ? ജ്ഞാനത്തെ കിട്ടൂ. ശ്രദ്ധയോടെ ഇരുന്ന് കേൾക്കണം. ഇന്നത്തെ കാലത്ത് ഏറ്റവും കുറവുള്ള സാധനം ശ്രദ്ധ, ഇല്ലേ? ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ശ്രദ്ധയില്ല, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീട്ടുകാർക്ക് ശ്രദ്ധയില്ല, എല്ലാവർക്കും അശ്രദ്ധ. ഇപ്പോഴൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പഴയ കാലത്തൊക്കെ MBBS പഠിച്ചു കഴിഞ്ഞിട്ടാണ് MD എടുക്കുക, അല്ലേ? ഇപ്പോൾ 5ാം ക്ലാസ് കഴിയുമ്പോൾ MDയാണ്. 5ാം ക്ലാസ് കഴിയുമ്പോൾ ചിലർ MAയും എടുക്കും. അപ്പോൾ രണ്ടും കൂടെ ചേർത്തിട്ട് MD MA എന്നാക്കി. 5, 6, 7 ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ സാധനങ്ങളൊക്കെയാണ് ഇപ്പം ഡിഗ്രികളായിട്ട് പേരിൻ്റെ കൂട്ടത്തിൽ കൂട്ടി ചേർത്ത് വയ്ക്കുക. ധാർമ്മിക മൂല്യച്യുതി ഉണ്ടാവുന്നതിൻ്റെ പ്രധാന കാരണം ധാർമ്മിക മൂല്യച്യുതിയിൽ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങളാണ് ഇന്നത്തെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളെന്ന് പറയുക. അപ്പോൾ ആ മൂല്യാധിഷ്ഠിതവും ധർമാധിഷ്ഠിതവുമായിരിക്കുന്ന സുന്ദരമായിരിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ ആധ്യാത്മികപരമായിരിക്കുന്ന വിഷയങ്ങൾക്കുള്ള പ്രാധാന്യത്തെ ഒരിക്കലും വില കുറച്ച് കാണാൻ സാധിക്കില്ല. അതിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് വളർന്നു വരുന്ന തലമുറയ്ക്ക് ധർമ്മപ്രബോധനം നടത്തി ആ സമൂഹത്തിനെ നമുക്ക് വരുന്ന കാലത്തേക്ക് ഒരു തലമുറയെ നമ്മൾ വാർത്തെടുത്ത് കഴിയുമ്പോൾ ആ തലമുറയും കൊണ്ട് നമുക്ക് ഉപകാരപ്പെടണം. അതിനുവേണ്ടി നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതുകൂടെ ഇതിനോടൊപ്പം നമ്മൾ ചിന്തിക്കണം. കാരണം സങ്കീർണമായിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രായോഗികമായിരിക്കുന്ന ജീവിതത്തിന് മുൻതൂക്കം കൊടുക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ച ഭാരത ഋഷീശ്വരന്മാരുടെ മണ്ണിൽ നമ്മൾ ജീവിക്കുമ്പോൾ താൻ നിരന്തരം ചെയ്തിടുന്ന കർമ്മങ്ങളുടെ ഫലം താൻ അനുഭവിച്ചിടുകേ എന്ന് വരൂ എന്നതായി സുന്ദരമായി ലോകത്തിനോട് ഉദ്ഘോഷിച്ചതായിരുന്ന സാക്ഷാൽ രത്നാകരൻ്റെ ധർമ്മപത്നിയായിരുന്ന ആ കാട്ടാള സ്ത്രീയുടെ മഹത്തായിരിക്കുന്ന വാക്കിനെ അടിസ്ഥാനപ്പെടുത്തി ലോകത്തിൽ ആദ്യത്തെ മഹാകാവ്യം ഭാരതത്തിൽ രചിക്കപ്പെട്ടപ്പോൾ സുന്ദരമായി പ്രായോഗിക ജീവിതത്തിനല്ലേ പ്രാധാന്യം കൊടുത്തത്? പ്രായോഗിക ജീവിതത്തിന് മഹത്വമില്ല എങ്കിൽ ഈ ഒരു താൻ നിരന്തരം ചെയ്തിരുന്ന കർമ്മങ്ങളുടെ ഫലം എന്നതായിരിക്കുന്ന ആ ശ്ലോകത്തിന് പോലും ഒരു പ്രസക്തിയില്ല, പ്രാധാന്യവും ഇല്ല. അപ്പോൾ പ്രായോഗിക ജീവിതം ഭംഗിയാക്കിയെടുക്കുക. അതിന് പറഞ്ഞു ശ്രദ്ധ അനിവാര്യം. ഏറ്റവും അവസാനത്തെ വിഷയമാണ് ഏറ്റവും വിലപിടിപ്പുള്ളതും എന്നാൽ നമുക്കാർക്കും ഇല്ലാതെ പോകുന്ന പലപ്പോഴുമുള്ള സാധനം. അതിനെ സുന്ദരമായി പറഞ്ഞു. സാഖ്യം പറഞ്ഞു, ഷഡ്സമ്പത്തിയും പറഞ്ഞു, സമാധാനം ഉണ്ടാവുക. എങ്ങനെ സമാധാനം ഉണ്ടാവും? ഒറ്റമാർഗം ചിന്തയാ ജായതേ ദുഃഖം. നിന്റെ ചിന്തകളാണ് നിന്റെ ദുഃഖത്തിന് കാരണം. നീ അതിൽ നിന്ന് മുക്തനായി കഴിയുമ്പോൾ സർവധർമാൻ പരിത്യജ്യ മാമേക ശരണം വ്രജ ഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാം ശുചഃ എന്ന് സുന്ദരമായി നമുക്ക് പറയാൻ പറ്റും. മര്യാദാ പുരുഷോത്തമൻ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് ഉദ്ഘോഷിച്ചു ത്രേതായുഗത്തിലെ രാമനെയെങ്കിൽ അതേ രാമൻ തന്നെ ദ്വാപരത്തിൽ വന്നപ്പോൾ ദേശോചിതം കാലോചിതം സമയോചിതം പോലെ അവൻ ലോകത്തിനോട് പഠിപ്പിച്ചു കൊടുത്തു സർവധർമാൻ പരിത്യജ്യ. എങ്ങനെ നമുക്ക് സർവ്വധർമ്മങ്ങളെയും പരിത്യജിക്കാൻ പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധർമ്മത്തെ ആദരിച്ചവന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ധർമ്മത്തെ പരിത്യജിക്കുവാനും പറയുവാനുള്ള യോഗ്യതയും അർഹതയും ഉള്ളൂ. കാരണം ഞാൻ പ്രകൃതിയിൽ നിന്ന് വ്യത്യസ്തനല്ല, സാക്ഷാൽ ബ്രഹ്മസ്വരൂപമാണ്, ആത്മസ്വരൂപമാണ് ഞാൻ എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് സാങ്ക്യശാസ്ത്രത്തിലൂടെ ഉൾപ്പെടെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ സാങ്ക്യം ഉൾപ്പെടെ ഉയർത്തിക്കാട്ടുന്ന ഏറ്റവും വലിയ ദർശനമാണ് നീ നിന്നെ തന്നെ തിരിച്ചറിയുക. ഞാൻ ആര് എന്നതായിരിക്കുന്ന സമസ്യയ്ക്ക് മറ്റാരോടും ഉത്തരങ്ങൾ അന്വേഷിക്കാതെ നമ്മളോട് തന്നെ അന്വേഷിക്കുക.
നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന പരമമായിരിക്കുന്ന ജ്യോതിസിനെ, ആത്മസ്വരൂപത്തെ നമ്മൾ ഹൃദയസ്ഥമാക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. അണ്ടകടാഹം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഈശ്വരനെ തേടി അവിടെയും അലയണ്ട, ഇവിടെയും അലയണ്ട. ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞപ്പോൾ അവിടെയും ഇല്ല ഈശ്വരൻ, ഇവിടെയും ഇല്ല ഈശ്വരൻ. ഈശ്വരൻ എവിടെയെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ നമ്മളെല്ലാം തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ എൻ്റെ കൃഷ്ണ എന്നും പറഞ്ഞ് വിളിക്കുന്നത് ആദ്യത്തെ അടിക്കുന്ന നെഞ്ചത്താ, ഇല്ലേ? അപ്പോൾ തന്നെ സാക്ഷാൽ ഭഗവാൻ എവിടെയുണ്ടെന്ന് നമ്മുടെ ഉപബോധ മനസ്സിൽ തന്നെ നല്ല ധാരണയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാക്കുകളെല്ലാം ഗുരുനാഥൻ്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു മഹാക്ഷേത്രത്തിൻ്റെ സങ്കേതത്തിൽ എത്തിച്ചേരുവാനും വിശേഷമായിരിക്കുന്ന ഈ കലിയുഗ രാജസുവികത്തിൻ്റെ ഭാഗമാകുവാനും സാധിച്ചത് ജീവിതത്തിലെ മഹാഭാഗ്യമായി കരുതുന്നു. ഈ സത്രത്തിൻ്റെ പരമാചാര്യൻ, അതേപോലെ തന്നെ ഇതിൻ്റെ സംഘാടന സംവിധാനം ബഹുമാനപ്പെട്ട നാരായണസ്വാമി അവറുകൾ, അതേപോലെ തന്നെ സഹ ആചാര്യന്മാർ, ഇതിൻ്റെ പുരോഹിതന്മാർ, മറ്റ് എല്ലാ സജ്ജനങ്ങളെയും ഇവിടെ ഇത്രയും നേരം സശ്രദ്ധത്തോടുകൂടി കേട്ടിരുന്ന എല്ലാ സജ്ജനങ്ങളുടെയും തൃപാദങ്ങളിൽ അനന്തകോടി 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 പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം സഹനാവഹതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹി തേജസ്വി നവാതീതമസ്തു മാം വിദ്വിഷാവഹി. ഓം ശാന്തി ശാന്തി ശാന്തി. സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഹര നമഃ പാർവതീപതയേ, ഹര നമഃ പാർവതീപതയേ.